ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രവിക്കുവാനും പഠിക്കുവാനും ഉള്ള താല്പര്യത്തോടുകൂടെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്നതായ ഈ മണ്ണിൽ ഒട്ടനവധി വിശ്വാസവീരന്മാർ ഉദയം ചെയ്തതായ ഈ ദേശത്ത് സത്യത്തിനായും വിശ്വാസത്തിനായും പോരാട്ടവീര്യത്തിന്റെ തേരോട്ടം നടത്തിയ ഈ നാട്ടിൽ ഒരിക്കൽ കൂടെ തിരുവചന സത്യങ്ങളെ ഉപദേശ സത്യങ്ങളെ ഉയർത്തി കാണിപ്പാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലത്താകുന്നു നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും ഇപ്പോൾ പർദീസയിൽ വിശ്രമിക്കുന്നവരായ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കും. ഒരുങ്ങി നിൽക്കുന്നവരായ ഭൂമിയിലെ വിശുദ്ധന്മാർ ശരീരരൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം പഠിക്കുവാനായി നാം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവിക രോഗശാന്തി എന്നതാണ് നാം ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നതായ വിഷയം. ഇത് പഠിപ്പിക്കുവാനുള്ള പ്രാപ്തിയോ അതിനുള്ള അനുഭവ സമ്പത്തോ എനിക്കില്ല എന്ന് വരികിലും എന്റെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വിഷയം ചിന്തിപ്പാൻ ഉദ്ദേശിക്കുകയാണ്. ഒരിക്കൽ പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള അവർകൾ ഒരു ദർശനം കാണുന്നതിനിടയായി. ഒരു കൂട്ടം യൗവനക്കാർ പാസ്റ്റർ എ.സി. തോമസിനെ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി തന്നെ ഒരു വീടിന്റെ ഉമ്മറത്തു നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നതായി കണ്ടു. ഇദ്ദേഹം ദർശനം കണ്ട് ഉണർന്നിട്ട് ഇതിനെക്കുറിച്ച് ഇപ്രകാരം ചിന്തിച്ചു, എന്തായിരിക്കും ഞാൻ ഈ കണ്ടതായ ഈ കാഴ്ചയുടെ അർത്ഥം? അപ്പോൾ കർത്താവ് തന്നോട് മൃദുവായ സ്വരത്തിൽ സംസാരിച്ചു. നീ കണ്ട പാസ്റ്റർ എ.സി. തോമസ് എന്നത് അപ്പോസ്തലിക ഉപദേശത്തിന്റെ നിഴലും നീ ഈ ഉപദേശ സത്യങ്ങളെ പഠിപ്പിക്കാതിരുന്നാൽ വരും തലമുറ അപ്പോസ്തലിക ഉപദേശത്തെ പുറന്തള്ളും. ആകയാൽ ഉപദേശ സത്യങ്ങളെ പഠിപ്പിക്കണമെന്ന് ദൈവം നിന്നോട് ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയുണ്ടായി. സ്തോത്രം. ദൈവിക രോഗശാന്തി എന്നാൽ എന്താകുന്നു? രോഗം വന്നാൽ മരുന്നോ ചികിത്സയോ വേണ്ട എന്ന് തീരുമാനിക്കുകയും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാൽ സൗഖ്യം അനുഭവിക്കുക എന്നതിനെയാണ് ദൈവിക രോഗശാന്തി എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവിക രോഗശാന്തിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിന് മുൻപായി മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നതിന് അവലംബിക്കുന്ന പ്രധാനമായും 3 വിധങ്ങളെ പറയാൻ കഴിയും. അല്ലെങ്കിൽ സൗഖ്യം തേടുന്ന മനുഷ്യരെ 3 വിഭാഗങ്ങളായി തിരിക്കാൻ കഴിയും. ഒന്ന്, സൗഖ്യത്തിനായി മരുന്നിലും വൈദ്യനിലും മാത്രം ആശ്രയിക്കുന്നവർ. മറ്റൊരു കൂട്ടർ രോഗസൗഖ്യത്തിനായി ചികിത്സയിലും മരുന്നിലും ആശ്രയിക്കുന്നതോടൊപ്പം അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിലും ആശ്രയം വയ്ക്കുകയും ചെയ്യുന്നു. മൂന്നാമതൊരു കൂട്ടർ രോഗസൗഖ്യത്തിനു വേണ്ടി മനുഷ്യരിൽ ആശ്രയിക്കാതെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിലും മാത്രം ആശ്രയം വയ്ക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. 118 സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വിശുദ്ധ വേദപുസ്തകത്തിലെ മധ്യഭാഗത്തുള്ള ഒരു ഗ്രന്ഥമാണ് സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ഒരു വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും ഒത്ത നടുവിലുള്ള ഒരു വാക്യമാണിത്. അതിങ്ങനെയാണ്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിന് സ്തോത്രം. വിശിഷ്യ ദൈവിക രോഗശാന്തിക്കായി ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് ചിലരുടെ ചോദ്യം, ഈ ശാസ്ത്രയുഗത്തിൽ പ്രാർത്ഥനയും
വിശ്വാസവും മാത്രമായി ലോകസൗഖ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നത് ഒരു മഠയത്തരമല്ലേ എന്നുള്ളതാണ്. ഈ യുഗത്തിനൊരു പ്രത്യേകത, ശാസ്ത്രം പിന്താങ്ങാത്ത ഒരു കാര്യം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നു എന്നതാണ്. ഏതോ ഒരു വിഷയവും മുൻപോട്ട് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രം എന്ന് പറയുന്നു, മരണാനന്തര ജീവിതം ശാസ്ത്രം എന്ന് പറയുന്നു, അതുപോലെ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ശാസ്ത്രം എന്ന് പറയുന്നു, ആത്മാവിന് എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രം എന്ന് പറയുന്നു. ശാസ്ത്രം എന്ത് പറയുന്നു എന്നതിനെ നോക്കി ഒന്നിനെ സ്വീകരിക്കണോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ്, അറിവ് എന്നർത്ഥമുള്ള ഒരു ലാറ്റിൻ പദം, അതായത് സയൻസിയ എന്ന പദത്തിൽ നിന്നാണ് സയൻസ് എന്നുള്ള പദം അത് ഉത്ഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശ്രമമാണ് ശാസ്ത്രം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. നിരീക്ഷിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളും അവ നമ്മുടേതായ ബന്ധവും വിശദമാക്കുന്ന ഒരു വിജ്ഞാന ശാഖ എന്ന ചുരുക്കത്തിൽ ശാസ്ത്രത്തെ പറയാം. എന്നാൽ ശാസ്ത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ ശാസ്ത്രം എല്ലാം കൊണ്ടും തികഞ്ഞതാണോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നുണ്ട്. ശാസ്ത്രം എല്ലാം കൊണ്ടും തികഞ്ഞൊരു വിഷയമാണോ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ആധികാരികമായി പറയുവാനുള്ള പ്രാപ്തി ശാസ്ത്രത്തിനുണ്ടോ എന്നാണ്. പക്ഷേ ദുർഭാഗ്യമെന്ന് പറയാൻ ലോകത്തിൽ നിന്നുള്ള പല കാര്യങ്ങൾക്കും ശാസ്ത്രം ഉത്തരം നൽകുന്നില്ല, അതിൽ നൽകുവാൻ ശാസ്ത്രം വളർന്നിട്ടില്ല. രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒന്ന്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു സ്ഥലമുണ്ട്. വളരെ അപകടകരമായ ഒരു സമുദ്രഭാഗമാണ്. ആ സമുദ്രഭാഗത്തേക്ക് കപ്പലുകൾ പോകാറില്ല, അതിനു മീതെ പ്ലെയിനുകൾ പറക്കാറില്ല. ഏതെങ്കിലും കപ്പലുകൾ വഴിതെറ്റി അവിടെ ചെന്നുപോയെങ്കിൽ അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. പ്ലെയിനുകൾ അതിന് മീതെ പറന്നാൽ പിന്നീട് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്, പിന്നീട് അറിവ് കിട്ടുകയില്ല. ഇതിനോടകം 40ഓളം കപ്പലുകളും 85-ലധികം വിമാനങ്ങളും ബെർമുഡ ട്രയാങ്കിളിൽ ചെന്ന് അപ്രത്യക്ഷമായി അതിന്റെ ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഈ കപ്പൽ തകർന്നുവോ, അത് പൂർണ്ണമായി എവിടേക്കെങ്കിലും കൊണ്ടുപോയിപ്പെട്ടോ യാതൊരു തെളിവും ശേഷിക്കാതിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായി അത്യാധുനിക വിമാനങ്ങൾ, ആധുനികമായ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ അയച്ചെങ്കിലും അവയും കാണാതായി. അന്വേഷിക്കാൻ പോയ വിമാനങ്ങളെക്കുറിച്ചും വൈമാനികരെക്കുറിച്ചും യാതൊരു അറിവുമില്ല. ഇതോടുകൂടെ ഈ വിഷയം അന്വേഷിക്കാൻ ആരും തയ്യാറല്ല എന്ന നിലയിലാണ് ഇന്ന് ശാസ്ത്രം നിൽക്കുന്നത്. ശാസ്ത്രത്തിന് ഉത്തരമില്ല. എന്താണ് ബെർമുഡ ട്രയാങ്കിളിന്റെ പ്രതിഭാസം? മറ്റൊന്നാണ്, അനേക നാളുകളായി പലപ്പോഴായി അതേ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പറക്കും തളികകൾ, ഫ്ലൈയിങ് സോസേഴ്സ്. എന്താണിത്? ശാസ്ത്രത്തിന് അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. കുറെ ഊഹാഭോഹങ്ങളും അഭിപ്രായങ്ങളും മാത്രമാണ് ശേഷിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ഉദ്ദേശ്യം, ദൈവിക രോഗശാന്തിയെ ശാസ്ത്രം പിന്താങ്ങുന്നുവോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം പറയുന്നതേ ഞാൻ സ്വീകരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ശാസ്ത്രം എല്ലാറ്റിലും അഭിപ്രായം പറയുവാൻ വളർന്നിട്ടില്ല എന്ന് കേവലം 2 ഉദാഹരണം കൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. എങ്കിലും ശാസ്ത്രത്തിന് ചില നിഗമനം എത്തിച്ചേരുവാൻ ദൈവിക രോഗശാന്തി സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശുഭോദർക്കമാണ്. 2006 ഡോക്ടേഴ്സ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഫിലിപ്പീൻസിൽ നടന്നു. ഏതാണ്ട് 26 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്ത ആ കോൺഫറൻസിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും ചികിത്സാരംഗത്തെ നൂതനമായ പ്രതിഭാസങ്ങളും ഒക്കെ ചർച്ചാ വിഷയമായപ്പോൾ അവിടെ മുഖ്യമായ ചർച്ചയിലേക്ക് വന്നത് അനേകം മാരക രോഗങ്ങൾ പിടിപെട്ട് വൈദ്യശാസ്ത്രം കൈവിട്ടതായ അനേക രോഗികൾക്ക് പ്രാർത്ഥനയാൽ സൗഖ്യം വന്നു എന്നുള്ള വിഷയമാണ്. അത് ഒരു രാജ്യത്തല്ല, മിക്കവാറും അനേകം രാജ്യങ്ങളിൽ അനവധി ആശുപത്രികളിൽ വളരെ വളരെ ഡോക്ടർമാർക്കും നഴ്സസിനും ഇത് നിഗൂഢമായ വിഷയമായിരിക്കുകയാണ്. വൈദ്യശാസ്ത്രം കൈവിട്ട, ഒരിക്കലും സൗഖ്യമാകാൻ വിധിയെഴുതിയ രോഗികൾ പ്രാർത്ഥിച്ച് സൗഖ്യമായി പോലും. ഇത് സംബന്ധിച്ച് പരസ്യമായ ഒരു വെളിപ്പെടുത്തൽ അന്ന് ആദ്യമായിരുന്നിരിക്കാം എന്ന് തോന്നുന്നു. ഈ ദൈവിക രോഗശാന്തിയെ
ഒരു അന്ധവിശ്വാസം എന്ന് വിളിച്ചിരുന്ന നിലപാടിൽ നിന്ന് ശാസ്ത്രം ഇപ്പോൾ വളരെ ബഹുദൂരം മുൻപോട്ട് പോയിരിക്കുകയാണ്. രോഗസൗഖ്യമാക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ള വിഷയം ശാസ്ത്രത്തിന്റെ പരിധിക്ക് അപ്പുറമാണെങ്കിലും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുവാൻ ഇന്ന് മെഡിക്കൽ സയൻസ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ റിച്ചാർഡ് എ മാക്നെല്ലിനി എന്ന വ്യക്തി ഇപ്രകാരം പ്രസ്താവിച്ചു: മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏതോ അദൃശ്യ ശക്തി മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. ഇത് രഹസ്യമായ കാര്യമല്ല. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദിനപത്രം വെളിപ്പെടുത്തിയ ഒരു വിഷയമാണ്. ഇതുപോലെ പല വിദഗ്ധരായ പ്രശസ്തരായ ഡോക്ടർമാരും ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥന എന്നുള്ളൊരു ഔഷധം എന്നൊരു പ്രബന്ധം ഡോക്ടർ ലെവി ഡോർസി രചിച്ചിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് രോഗശാന്തിയിലുള്ള നിർണായകമായ പങ്കിനെപ്പറ്റി USA പ്രൊഫസർ ഡോക്ടർ ഡെയിൻ മാത്യൂസ് എഴുതിയിട്ടുണ്ട്. വിശ്വാസം ശക്തിയുള്ള ഒരു ഔഷധം എന്നൊരു പ്രബന്ധം ഡോക്ടർ ഫില്ലിസ് മാക്കിൻഡേഷ് എന്ന വ്യക്തി എഴുതിയിട്ടുണ്ട്. അതുപോലെയാണ് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ റാൻഡോൾഫ് ബൈഡ്, ഡോക്ടർ ബെൻസൺ. നമ്മുടെ ഈ കേരളത്തിൽ തിരുവനന്തപുരത്തെ ന്യൂറോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ രാജശേഖരൻ നായർ, ഡോക്ടർ ജൈറസ്, ഇങ്ങനെയുള്ള ആളുകളും ദൈവിക രോഗശാന്തി അല്ലെങ്കിൽ രോഗത്തിന് സൗഖ്യം നൽകുന്നതിൽ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും പങ്കിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവരാണ്. USA നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിനിലെ സീനിയർ ഉപദേശകനായ ഡോക്ടർ റിച്ചാർഡ് നാഫിന്റെ ആ വാചകം കൂടെ ഉദ്ധരിച്ച് ഞാൻ ഈ പരാമർശങ്ങൾ അങ്ങനെ പരിബന്ധപ്പെടുത്തുകയാണ്. താൻ പറഞ്ഞിരിക്കുന്നത് ആസ്പിരിൻ പോലെയുള്ളതായ മരുന്നുകളുടെ പ്രവർത്തനവും ഉപയോഗവും ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയതുപോലെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിനും രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായി ഇന്ന് ലോകവും ശാസ്ത്രവും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവിക രോഗശാന്തി പ്രാർത്ഥനയാൽ വിശ്വാസത്താലും മാത്രം രോഗസൗഖ്യമാകുക എന്നതിനെ ശാസ്ത്രത്തിന്റെ അറിവിനും പരിധിക്ക് അപ്പുറമായ ഒരു ദിവ്യ പ്രവർത്തനമാണ്. എങ്കിലും ദൈവം ഈ ലോകത്തിന്റെ ബുദ്ധിക്ക് ഒരു പരിധിവരെ ഇതൊക്കെ ചിന്തിക്കുവാനും ഇതൊക്കെ നിരീക്ഷിക്കുവാനും ആശ്ചര്യപ്പെടുവാൻ അനുവദിക്കുന്നുണ്ടെന്നുള്ളത് ദൈവമക്കൾക്ക് വളരെ ഉത്സാഹഭരിതമായ വാർത്തയാണ്. ദൈവത്തിന് സ്തോത്രം. ചികിത്സ വേണ്ടെന്ന് വയ്ക്കുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം ഒരുവനുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും മനുഷ്യൻ ഉന്നയിക്കാറുണ്ട്. തീർച്ചയായും ഉണ്ട്. രോഗം വന്നാൽ എനിക്ക് ചികിത്സിക്കണമോ വേണ്ടയോ, മരുന്ന് ഉപയോഗിക്കണമോ അതോ പ്രാർത്ഥനയും വിശ്വാസം മതിയോ എന്ന് തീരുമാനിക്കുവാൻ ഓരോ മനുഷ്യനും തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതില് വ്യക്തിഗതമായി മതവിശ്വാസത്തെക്കുറിച്ച് 3 വാക്കുകളാണ്. ഇൻ ദ റൈറ്റ് ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. അതായത് ഏത് മതവും സ്വീകരിക്കുന്നതിനും ആ മതം അനുസരിച്ച് ജീവിക്കുന്നതിനും ആ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിനും ഇന്ത്യൻ പൗരന് സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മൗലികാവകാശം ഭരണഘടന എഴുതി ചേർത്തപ്പോൾ ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും അവനവൻ ഏത് മതത്തിലും വിശ്വസിപ്പാനും അതിന്റെ വിശ്വാസാചാരങ്ങളെ അനുസരിച്ച് ജീവിക്കുവാനും അവിടെ തീരുന്നില്ല, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുവന് ദൈവിക രോഗശാന്തിക്കായി നിലനിൽക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഏതോ ഒരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയും. എല്ലാ മനുഷ്യനും അങ്ങനെയൊന്നുണ്ടല്ലോ. എന്റെ ശരീരം പരീക്ഷണശാലയാക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം ഇന്ന് മരുന്ന് എന്നത് എല്ലാറ്റിനും ഒരു പരിഹാരമല്ല. അതിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണമോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മരുന്നിന്റെ അമിത ഉപയോഗം തന്നെ ഇന്നൊരു വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോപ്പുകളിലും ആശുപത്രിയിലും ലഭിക്കുന്നതായ
പല മരുന്നുകളും ഒരു നിലയിൽ ലോകത്തിന് ആശ്വാസം കൊടുക്കുന്ന അവകാശപ്പെടുമ്പോൾ പരിഹരിക്കാൻ കഴിയുന്നതിനപ്പുറമായ സൈഡ് എഫക്ട്സ് അത് നൽകുന്ന പാർശ്വഫലങ്ങൾ നൽകുന്ന നിലയിലാണ്. ഉദാഹരണം, വാദത്തിന് കൊടുക്കുന്ന ഫൈബുപ്രൂഫിൻ എന്നുള്ള ഒരു മരുന്നുണ്ട്. അതുപയോഗിക്കുന്ന മനുഷ്യന് വാദത്തിന് ആശ്വാസം വരുമായിരിക്കാം, പക്ഷേ അതിലും ഗുരുതരമായി അവന്റെ വൃക്കകൾക്ക് കേടുവരുത്തുന്ന ഒന്നാണ്. അതുപോലെ ആസ്മയ്ക്ക് സ്റ്റൈറോയിഡ്സ് എന്നുള്ള ഒരു മരുന്ന് ഉപയോഗിക്കാറുണ്ട്. അത് ആസ്മ രോഗികൾക്ക് ആശ്വാസം നൽകാനാണ് കൊടുക്കുന്നു വരികയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പനിയോ കാര്യങ്ങളോ ഒക്കെ പെട്ടെന്ന് കുറയാം. പക്ഷേ ഉടനെ തന്നെ ഉണ്ടാകുന്നത് ആ രോഗിക്ക് അസ്ഥികൾക്ക് ഉരുക്കം വരുമെന്ന്. പനിക്ക് ഉപയോഗിക്കുന്നതായ പാരസെറ്റമോൾ, അതിന്റെ ഉപയോഗം കൊണ്ടും അത് കരളിനെ ബാധിക്കുന്ന ഒരു പാർശ്വഫലവതനുണ്ട്. തലവേദനയ്ക്ക് ആസ്പിരിൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്നാൽ കുടലിലും ആമാശയത്തിലും രക്തസ്രവം ഉണ്ടാക്കുവാൻ ഈ മരുന്ന് ഇടയാക്കും പോലും. അഥവാ പല മരുന്നുകളുടെയും ഉപയോഗ നിമിത്തം, പ്രത്യേകിച്ച് നല്ല മരുന്നുകൾ ലഭിക്കാനില്ല, മായം കലർന്ന മരുന്നുകൾ വർദ്ധിച്ചിരിക്കുന്ന കാലമാണ്. ഇന്ന് വിപണിയിൽ ലഭ്യമായതും ആതുരശാലകൾ ഉപയോഗിക്കുന്നതുമായ പല മരുന്നുകളും വ്യാജമരുന്നുകളാണ്. ഇതൊക്കെയും കഴിക്കുമ്പോൾ ഒരിക്കലും സൗഖ്യമാകാനാവാത്ത മാരക രോഗങ്ങൾ പിടിപെടുകയും അകാല മരണം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ രോഗിയായ എന്റെ ശരീരത്തെ ഒരു പരീക്ഷണശാലയാക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ളതായ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവിക രോഗശാന്തിക്ക് നിലനിൽക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, അത് ഒരു വ്യക്തിക്ക് അതിനുവേണ്ടി നിലനിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തിസ്വാതന്ത്ര്യമുണ്ട്. എന്റെ ശരീരത്തെ അതേ ഔഷധങ്ങൾക്കും വൈദ്യന്മാർക്കും പരീക്ഷണശാലയാക്കുവാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്തിൽ അനേകർക്കുള്ളതായ ചോദ്യം, പ്രാർത്ഥിച്ചും വിശ്വസിച്ചും മാത്രം രോഗശാന്തിക്കായി കാത്തിരുന്നാൽ അത് കേവലം മതങ്ങൾ അനുവർത്തിച്ചു വരുന്ന പല അന്ധവിശ്വാസങ്ങളിൽ ഒന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ സാധാരണ അറിവില്ലാത്തവർക്കുണ്ടാകുന്ന അന്ധവിശ്വാസം, അറിവുള്ളവർക്ക് അന്ധവിശ്വാസമില്ല. പക്ഷേ മരുന്ന് ഔഷധത്തെ ഉപയോഗിക്കാതിരിക്കുന്ന വിഷയത്തിൽ ഈ കേവലം അറിവില്ലാത്തവരാണോ നിലനിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്റെ ആത്മകഥയുടെ 271 പേജിൽ താനിങ്ങനെ പറയുന്നുണ്ട്, ഏത് നിസ്സാര രോഗത്തിനും ഡോക്ടറുടെ അടുക്കലേക്ക് ഓടുന്നതിനെ ഞാൻ അപലപിക്കുന്നു എന്നാണ്. അദ്ദേഹം അറിവില്ലാത്തൊരു വ്യക്തിയോ അന്ധവിശ്വാസിയാണെന്ന് പറയുവാൻ ഭാരതത്തിൽ ആരും തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഭൂമിദാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഉപജ്ഞാതാവായിരുന്ന ആചാര്യ വിനോബ ഭാവെ എന്ന ഒരു ആദരണീയായ ഒരു വ്യക്തി താന് രോഗശൈലിയിലായിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർ സന്ദർശിക്കാൻ വേണ്ടി അന്ന് പത്രത്തിൽ വായിക്കുകയുണ്ടായി. അദ്ദേഹവും തന്റെ രോഗശൈലിയിൽ ചികിത്സ തേടിയിട്ടില്ല, ഒരു ഔഷധം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം വയസ്സ് എന്നെങ്കിലും കുറെ കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന താല്പര്യത്തോടുകൂടെ പലരും ഉപദേശിച്ചു, നിഷേധിച്ചു. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഇന്ദിരാഗാന്ധി എന്ന തന്നോട് താഴ്മയെ അപേക്ഷിക്കൂ, താങ്കൾ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കുവാൻ ഔഷധം ഉപയോഗിക്കണം. എന്നാൽ താൻ അത് ക്ഷമാപണപൂർവ്വം നിരസിച്ചു എന്ന് ഞാൻ വായിപ്പാനിടയായി. പ്രിയമുള്ളവരെ, ഒരു ഔഷധം വേണ്ട എന്ന് വയ്ക്കുന്നതോ ചികിത്സ വേണ്ട എന്ന് വയ്ക്കുന്നതോ അറിവില്ലാത്തവരുടെ അന്ധവിശ്വാസത്തിൽപ്പെട്ടതല്ല. അറിവുള്ളവരും പ്രശസ്തരായ ആളുകളും ഏതോ ഒരു കാരണം കൊണ്ട് അത് അല്ലെങ്കിൽ ഒന്നിലധികം കാരണം കൊണ്ട് നിഷേധിച്ചിട്ടുള്ളത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ കാര്യമാണ്. ഈ ഭാരതത്തിന്റെ പല പുരാണങ്ങളും ഇതിഹാസങ്ങളുണ്ട്. അതിലൊന്നാണ് മഹാഭാരതം. മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. മഹാഭാരതത്തിൽ യുദ്ധത്തിന്റെ 10ാമത്തെ ദിവസത്തിൽ അർജുനന്റെ ആ ശരങ്ങളേറ്റ് ഭീഷ്മാചാര്യർ താഴെ വീണു. താന് ഒടുവിൽ ശരശയ്യയിലായി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ശരം കൊണ്ടുണ്ടാക്കിയതായ ശയ്യയിൽ താൻ ഇങ്ങനെ വേദനപ്പെട്ട് കിടക്കുമ്പോൾ ദുര്യോധനൻ പേരുള്ള വ്യക്തി വന്ന് ചോദിച്ചു, അല്ല, ഈ കിടപ്പ് കണ്ട് വളരെ സങ്കടം തോന്നുന്നതല്ലോ, കൊട്ടാരത്തിൽ നിന്നും വൈദ്യന്മാരെ വരുത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല, മകരമാസത്തിലെ പൗർണമി നാളിൽ വീരന്മാർക്ക് വിധിച്ചിട്ടുള്ള വീരസ്വർഗം പ്രാപിപ്പാൻ കാത്തുകിടക്കുന്ന എനിക്ക്
ആ വൈദ്യന്മാർ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എന്നെ ചൊല്ലി സങ്കടപ്പെടേണ്ട, നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി പോയിക്കൊള്ളുക എന്നായിരുന്നു. ഹൈന്ദവ ഇതിഹാസങ്ങളിൽ പോലും ഒരു മനുഷ്യന് ഔഷധവും ചികിത്സയും വേണ്ടെന്ന് വയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവിക രോഗശാന്തിക്കാൻ നിലനിൽക്കുക എന്നുള്ളത് ഒരു അന്ധവിശ്വാസമല്ല, അത് അറിവില്ലാത്തവരുടെ തീരുമാനമല്ല, അറിവുള്ളവരുടെ ഏറ്റവും ഉത്തമമായൊരു തീരുമാനമാണ്. ചിലര് ഇങ്ങനെ പറയാറുണ്ട്, ദൈവിക രോഗശാന്തി TPMലെ ഒരു കഠിനോപദേശം എന്നാണെന്ന്. ഇത് TPMന്റേതായ ഒരു സ്വന്തമായ ഉപദേശം അല്ല. എത്രയോ ബന്ധുക്കോസ് വിഭാഗങ്ങളുണ്ട്. ഈ ബന്ധുക്കോസ് വിഭാഗങ്ങളിലൊക്കെ ഈ ഉപദേശത്തിനായി നിലനിന്നിട്ടുള്ളവരും നിലനിൽക്കുന്നവരും ഇന്നുമുണ്ട്. മുളക്കുഴയിൽ IPCക്ക് ഒരു ചർച്ച ഉണ്ട്. അതാരംഭിക്കുന്നത് തന്നെ അതിന്റെ IPCയുടെ സ്ഥാപകനായ K. എബ്രഹാമിന്റെ കാലത്തുണ്ടായ ഒരു അത്ഭുത രോഗശാന്തിയിലൂടെയാണ്. ഞാനിതിങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. അക്കാലത്ത് പരിശുദ്ധാത്മാംശം പ്രാപിച്ചവർ വളരെ ചുരുക്കമാണ്. മുളക്കുഴയിൽ ഒരു സഹോദരി, വിശ്വാസനാനുസരിച്ചത് ഒരു സഹോദരിയെ പാമ്പ് കടിച്ചു. അവര് ചികിത്സ ചെയ്യുന്നത് നിഷേധിച്ചു. അവര് വീട്ടിൽ കിടക്കുകയാണ്. ഓരോ സമയം ചെല്ലുന്തോറും വഷളായി മരണത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ സ്വന്തക്കാരും ഇന്നുമിത്രാദികളും നാട്ടുകാരും ഏറെ അവിടെ കൂടിയിട്ടുണ്ട്. ഈ വിവരം ഇങ്ങനെ ഒരു സ്നാനമേറ്റതായ സഹോദരി വിഷബാധയേറ്റിട്ട് ഔഷധം വേണ്ടാന്ന് വെച്ച് കിടക്കുന്നതായുള്ള അറിവ് അന്നത്തെ പാസ്റ്റർ K. എബ്രഹാമിന് അറിവ് കിട്ടിയപ്പോൾ ഞാൻ വന്ന് പ്രാർത്ഥിക്കുമെന്ന സന്ദേശം കൊടുത്തു. അങ്ങനെ താൻ പ്രാർത്ഥിപ്പാൻ വന്നുപോലും. താനിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നതായിട്ട് അറിഞ്ഞ് നാട്ടുകാർ ധാരാളം കൂടി. ഇദ്ദേഹം വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഇടയ്ക്ക് വഴിയൊരുക്കി ആ വീട്ടിലേക്ക് പോകാൻ തന്നെ അനുവദിച്ചു. താൻ നേരെ ആ പാമ്പ് കടിയേറ്റ് അബോധാവസ്ഥയിൽ മരണത്തോട് അടുത്ത് ചെന്നുകൊണ്ടിരിക്കുന്ന ആ സഹോദരിയുടെ കിടക്കരികെ ചെന്ന് നിന്നിട്ട് ആത്മാവത്തിന് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അക്കാലങ്ങളിൽ അന്യഭാഷയൊന്നും അധികം പേര് കേട്ടിട്ടുള്ള കാലമല്ല. ആളുകൾ പുച്ഛിച്ചു, ഇതെന്തുവാ നമ്മൾ കേൾക്കുന്നത്? ഏതോ ഓരോ ഭാഷകളൊക്കെ പറയുന്നു. പറയട്ടെ, ഇപ്പോൾ ആ സ്ത്രീയെ എഴുന്നേൽപ്പിക്കുന്ന കാണാമല്ലോ എന്ന് പുച്ഛിച്ചു. എന്നാൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ കണ്ടു തുറന്നു. കിടപ്പിടുന്നത് ചാടി എഴുന്നേറ്റു. ആ വിഷബാധ മാറി പരിപൂർണമായി സൗഖ്യമായി. അതേ തുടർന്നാണ് മുളക്കൊടിയിൽ IPCയുടെ ആരംഭം. IPCയിലെ KM ജോസഫ്, പ്രധാന ഒരു പാസ്റ്ററായ KM ജോസഫിന്റെ മകളുടെ ഒരു സാക്ഷ്യം ഞാൻ ഇടയ്ക്ക് ഒരു പ്രസിദ്ധീകരണത്തിൽ കേൾപ്പാനിടയായി. മാതാപിതാക്കൾ ദൈവിക രോഗശാന്തിയിൽ അവരെ വളർത്തിയെന്നും ആ മകളും അത് അനുഭവിച്ചുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ഗാനം രചിച്ചതും വായിപ്പാനിടയായി. ഞാൻ പറയാൻ കാരണം, പെന്തക്കോസ്ത് വിഭാഗങ്ങളിലൊക്കെ ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനെ പിൻപറ്റുന്നവർ ഇന്നുമുണ്ട്. AGയിലെ പ്രധാന പാസ്റ്റർമാരുടെ ഒരാളായ ഹാരോൾഡ് ഹോട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഔഷധവും ശസ്ത്രക്രിയവും ലോകത്തിന്റെ വഴി എന്നാണ്. AGയിലെ ഒരു പ്രധാനപ്പെട്ട പാസ്റ്റർമാരിലവരാണ്. അതുപോലെ തന്നെയാണ് AGയിലെ സുപ്രസിദ്ധ സുവിശേഷകനായിരുന്ന സ്മിത്ത് വിഗിൾസ്വർത്ത്. അദ്ദേഹം ദൈവിക രോഗശാന്തി വരപ്രാപ്തനായ ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ താൻ എവിടെയോ പ്രവർത്തനത്തിനായി പോയി വന്നപ്പോൾ ഏറിയ നാളുകൾ തന്റെ ശുശ്രൂഷയിൽ സഹായിയായിരുന്ന തന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നതായ കാഴ്ച കണ്ടു. താൻ ആ മൃതശരീരത്തെ എടുത്ത് നേരെ നിർത്തിയിട്ട് ഈ ആത്മാവ് തിരികെ വരട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആത്മാവ് തിരികെ വന്നു. ആ സ്ത്രീ ജീവിച്ചു. തന്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ ഇല്ലാത്തപ്പോൾ നീ എങ്കിൽ പൊക്കളഞ്ഞുവല്ലേ? ദൈവിക ശുശ്രൂഷയിൽ ഇക്കാലമത്രത്തോളം നീ എനിക്ക് സഹായമായിരുന്നു, ഇനിയും സഹായമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ആകട്ടെ, നീ എവിടാണ് പോയത്? അവിടുത്തെ അനുഭവം എന്താണ്? ഇനി നിന്റെ അഭിപ്രായം എന്താണ്? ആ സ്ത്രീ പറഞ്ഞതായ മറുപടി, ഞാൻ ഇൻപങ്കളുടെ പർദീസയിൽ ചെന്നു ചേർന്നിരുന്നു. ഇതിപ്പോ നിങ്ങൾ ആവശ്യപ്പെട്ടതിനാൽ യേശു കർത്താവിനെ മടക്കി അയച്ചിരിക്കുന്നു. ഇത്രയും കാലഘട്ടങ്ങൾ നാം ഒരു കുടുംബജീവിതം നയിച്ചു. എന്നാൽ ആവോളം കർത്തൃശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയായി. എന്നാൽ ഞാൻ ചെന്നു ചേർന്ന പർദീസയിലെ സന്തോഷത്തെയും കർത്താവായ യേശുവിന്റെ സ്നേഹവും സാമീപ്യം ഓർക്കുമ്പോൾ ഇനി നിങ്ങളോടുകൂടെ ഒരു കുടുംബജീവിതവും ഇനി ഈ ലോകത്തിൽ കുറെ കാലം പ്രവർത്തിപ്പാനുള്ള താല്പര്യവും
എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പ്രാർത്ഥിച്ചു പോലും, കർത്താവേ, ഇവളുടെ ആത്മാവിനെ എടുത്തുകൊള്ളണമേ. ഉടനെ ആ സ്ത്രീ മരിക്കുകയും ചെയ്തു, തന്നെ അടക്കുകയും ചെയ്തു. അത്ര വിശ്വാസത്തിൽ വീര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ സ്മിത്ത് വിഗിൾസ്വർത്ത്. അദ്ദേഹം ഒരിക്കൽ ശുശ്രൂഷ ബന്ധത്തിൽ യാത്ര ചെയ്ത് പോകവേ പാസ്റ്റർ പോളിനോടുകൂടെ ഒരു രാത്രിയിൽ താൻ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ടി വി റോഷാന്തിയെ കുറിച്ചുള്ള താൻ ഏജിയിലെ ഒരു ശുശ്രൂഷകനാണ്. തന്റെ അഭിപ്രായം, തന്റെ വാദം ഇങ്ങനെയാണ്: ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ വരുന്നതായ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് വിശ്വസിക്കാതിരുന്നാൽ മരണാനന്തരം അഴുകിപ്പോയ ശരീരത്തെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വളരെ പ്രസക്തിയുള്ള, വളരെ ചിന്താതീതമായ ഒരു പ്രസ്താവനയാണത്. ശരിയല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ വന്ന രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ, അവൻ മരിച്ച ശേഷം ശരീരം അഴുകി മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ, നാം മുമ്പേ പ്രബോധന സമയത്ത് കേട്ടതുപോലെ യേശുക്രിസ്തു കാഹളനാദത്തോടുകൂടെ ഇറങ്ങി വരുമ്പോൾ, മരിച്ചവരക്ഷരായി ഉയർക്കുമ്പോൾ ഈ ശരീരം ഉയർക്കാൻ കഴിയുമെന്ന് എങ്ങനെ പ്രത്യാശിക്കാനും കഴിയും? ദൈവത്തിന് സ്തോത്രം. TPMന്റെ ഉപദേശം അല്ല ദിവ്യ രോഗശാന്തി. ലോകമെമ്പാടുമുള്ള വിവിധ സഭകളിൽ ഉള്ളവര് ആ ഉപദേശങ്ങളില് ആ മുറുകെ പിടിക്കുന്നവരും ഉണ്ട്. പെന്തക്കോസ്ത് മിഷന്റെ ആരംഭ അനുഭവങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ ഈ ദൈവിക രോഗശാന്തി അടിസ്ഥാനത്തിലാണ് അനേക ഇടങ്ങളിലും പുതുതായി വേല ആരംഭിച്ചതും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടതും അത് കർത്താവിന് ശുശ്രൂഷിക്കാലുകൾ കടന്നു വന്നതും ദൈവനാമ ശക്തിയോടെ മഹത്വപ്പെട്ടതും വേരോടിയതും. ശ്രീലങ്കയിലെ ഒരു അനുഭവം പറഞ്ഞാൽ, അവിടെ ഒരു വിശ്വാസി തന്റെ ഒരു കുഞ്ഞിന് കൈക്കുഞ്ഞ് രോഗം ബാധിച്ച് കൂടുതലായപ്പോൾ എടുത്തുകൊണ്ട് വിശ്വാസ വീട്ടിലേക്ക് ഓടിപ്പോയി. താൻ അവിടെ ചെന്നപ്പോഴേക്കും അന്നവിടെ നിന്ന ദൈവദാസൻ അവിടെ ഇല്ല. തന്നെ മുറി ചെന്ന് നോക്കി, തന്നെ കാണുന്നില്ല. അവിടെ എല്ലാം ഓടി നോക്കി, കാണുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, അദ്ദേഹം കുളിക്കുകയാണ്. ശരി, കുളി കഴിഞ്ഞ് വരുന്നവരെയും കാത്തു നിൽക്കാം. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ രോഗം ഗുരുതരമാകുകയാണ്. അവസ്ഥ വളരെ വഷളാവുകയാണ്. വീണ്ടും ധൃതിപ്പെടുന്നു. അദ്ദേഹം കുളിച്ചിട്ട് വരുന്നില്ല. കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കും മുമ്പേ കടന്നുപോകുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിന്റെ കണ്ണുകൾ മറഞ്ഞു. ആ മാതാപിതാക്കൾ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല, നേരെ കുളിമുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവരൊരു ഭാഗത്തൂടെ കുളിമുറി എവിടെയാണെന്ന് ചോദിച്ചു എന്നപ്പോഴേക്കും അദ്ദേഹം എപ്പോഴേ കുളിച്ചിട്ട് പോയി അപ്പുറത്തൂടെ വഴിയിലൂടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവരിതിട്ട് അറിഞ്ഞുമില്ല. അയ്യോ, അദ്ദേഹം കുളിച്ചിട്ട് പോയത് അറിഞ്ഞുമില്ലല്ലോ, കാത്തുനിന്ന് കുഞ്ഞിന് ജീവനും പോയല്ലോ എന്ന് പറഞ്ഞ് എന്തുമാകട്ടെ കുളിമുറിയിലേക്ക് കുളിച്ച സ്ഥാനം നോക്കുമ്പോൾ അദ്ദേഹം കുളിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയതായോ വെള്ളം ഒരു ബക്കറ്റ് ഇരിക്കുന്നതായി കണ്ടു. ഈ കുഞ്ഞിനെ എടുത്ത് വിശ്വാസത്തോടെ വെള്ളത്തിൽ പൊക്കിയെടുക്കുമ്പോൾ അതിന് ജീവൻ വന്നിരുന്നു. ഇത് സംഭവം ഉണ്ടായതിന് 30 വർഷത്തിന് ശേഷം ശ്രീലങ്കയിൽ മറ്റൊരനുഭവം ഉണ്ടായി. പാസ്റ്റർ ഡോണിന്റെ കാലത്ത് അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. കൺവെൻഷന് ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർ ഡോണും പല പാസ്റ്റർമാരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ഒരു മനുഷ്യൻ തന്റെ 2 പെൺകുട്ടികളുമായി കടന്നു വന്നിരിക്കുകയാണ്. 2 പെൺകുട്ടികൾക്കും ജനിച്ചപ്പോൾ മുതലേ കണ്ണിന് കാഴ്ചയില്ല. അദ്ദേഹം വളരെ വ്യതയുള്ളവനായി 2 കുട്ടികൾ, 2 പെൺകുട്ടികൾ, 2 പേര് അന്ധരായി ജനിച്ചു. ഇവരുടെ ഭാവി എന്തായിത്തീരും, ഇവരെ ഏതു നിലയിൽ അവരുടെ ഭാവി കരുപിടിപ്പിക്കാൻ കഴിയുമെന്ന് ഉള്ള ആശങ്കയോടെ കൊണ്ടുവന്നതാണ്. പാസ്റ്റർമാരൊക്കെയോ തല കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് നടന്നുപോയി. പക്ഷേ കണ്ണുകൾ തുറന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഡോൺ പറഞ്ഞതായ സാക്ഷ്യം, താൻ പ്രാർത്ഥിക്കുന്നിടത്തുന്ന പുറകിലൊരു ബഹളം കേട്ട് അങ്ങോട്ട് നോക്കി. എന്തായാലും ബഹളമെന്നറിയാമോ? ഈ പാസ്റ്റർമാരെ കൈവച്ചിട്ട് പോയി. പക്ഷെ അപ്പോൾ കണ്ണു തുറന്നില്ല. എന്നാൽ ആ മനുഷ്യൻ കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് പോകാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് നെഞ്ചു പൊട്ടുമാറി വിളി വിളിച്ചു, യേശുവേ, ജന്മനാ കാഴ്ചയില്ലാത്ത ഈ 2 പെൺകുട്ടികളെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം? ആ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയും 2 കുട്ടികളുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തത് ഒരുപോലെ ഇരുന്നു. ആ കുട്ടികൾ ജനിച്ച ശേഷം ആദ്യമായി ലോകത്തിന്റെ കാഴ്ചകളെയും കാണുന്നതിന്റെ സന്തോഷത്തിന്റെ ബഹളമാണ്
പാസ്റ്റർ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് കാണുവാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് മിഷനും രോഗശാന്തിയിൽ അധിഷ്ഠിതമായ ഉത്ഭവവും വളർച്ചയും നിലനിൽപ്പുമാണ് ഉള്ളത് എന്ന് ഉറക്കെ പറയേണ്ട ഒരു സംഗതിയാണ്. ഈ 2012 മാർച്ച് മാസത്തിൽ മദ്രാസിൽ നടന്നതായ കൺവെൻഷനിൽ എത്രയോ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് എത്ര പേര് സൗഖ്യം പ്രാപിച്ചു. അത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അനുഭവങ്ങൾ പലതാണ്. ഒരനുഭവം മാത്രം പറയട്ടെ. സഭയിലെ 2 വിശ്വാസികൾ കൺവെൻഷന് പോയപ്പോൾ ഒരു മനുഷ്യനെ കൺവെൻഷന് പോകുവാൻ സഹായിച്ചു. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. ഇവർ 2 പേരും കൂടെ സഹായിച്ചാണ് അവിടെ ട്രെയിനിൽ ചെന്ന് ഇറങ്ങി അവിടേക്ക് കൊണ്ടുപോയത്. അവർ 2 പേരും അപ്പുറവും ഇപ്പുറവും കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ പോയി കൺവെൻഷന്റെ അവസാന ദിവസത്തിൽ ദൈവരോഗശാന്തിയുടെ ശുശ്രൂഷ നടക്കുന്നതായ സമയത്ത് അപ്പോൾ ഈ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ, നഷ്ടപ്പെട്ടതാണല്ലോ, നിങ്ങൾ ഏറ്റവും മുൻപിലോട്ട് പോയി ഇരുന്നാട്ടെ, അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ പുറകിലെങ്ങാനും സ്വസ്ഥമായിട്ട് കേൾക്കാം, ഇത്രയും ജനങ്ങൾ വന്ന് എന്നെ ചവിട്ടി മെതിക്കരുതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് കൊണ്ടുപോയ സഹോദരന്മാർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, അങ്ങോട്ട് കൈപിടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങളെ കിട്ടത്തില്ല, ഓർത്തുപോണമെന്ന് പറഞ്ഞു. ഈ വാക്ക് ചാട്ടുളി പോലെ തന്നെ ഹൃദയത്തിലേക്ക് പതിച്ചു. തനിക്ക് പെട്ടെന്ന് വലിയൊരു വേദനയും ഭാരമുണ്ടായി. താൻ ഉടനെ തന്നെ അവിടെ എഴുന്നേറ്റ് ഏറ്റവും മുൻപിൽ പോയിരുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കണ്ണിന് കാഴ്ച തിരികെ കിട്ടി. കൂടെ സഹായിച്ചവരെ കൂടാതെ ഒറ്റയ്ക്ക് അവിടെ തന്നെ കേരളത്തിലേക്ക് മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, തുടക്കം മുതൽ ഇതുവരെ ഉള്ളതായ തുടക്കകാലം മുതൽ 2012 ഉള്ളതായ കാര്യങ്ങൾ ഞാനിത് പറയാൻ പോയ എത്രയോ മണിക്കൂറുകളുടെ രോഗസൗഖ്യം പറയാനുണ്ട്. പ്രിയരെ, ഏതാനും ചില കാര്യങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക രോഗശാന്തി എന്നത് അത് ഈ നമുക്ക് ഇന്നും അനുഭവിക്കാൻ കഴിയുന്ന ഒരു വാസ്തവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ദൈവിക രോഗശാന്തി ശ്രേഷ്ഠമായ ഒരു അനുഭവം ആയിരുന്നത് കൊണ്ടാണ് പെന്തക്കോസ്ത് ലോകത്തിലെ ആദ്യ പിതാക്കന്മാർ, ആദ്യകാല വിശ്വാസികളെ ശുശ്രൂഷകര് ഈ സത്യത്തിനു വേണ്ടി ഇത്രയേറെ ത്യാഗസഹിപ്പാനിടയായത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് പെന്തക്കോസ്ത് ലോകത്തിലെ പല ശുശ്രൂഷകർക്ക് പോലും പ്രാർത്ഥനയാലും വിശ്വാസത്താലും രോഗശാന്തിക്കായിട്ട് നിൽക്കുവാൻ കഴിയാതെ പോകുന്നൊരു കാലഘട്ടം. പരസ്യരംഗത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നൽകിയതായ കൃപാവരം കൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം കിട്ടുമ്പോൾ തങ്ങളുടെ രോഗത്തിനുള്ള ഔഷധമോ ടാബ്ലറ്റ്സോ പോക്കറ്റിട്ട് നടക്കുന്ന സ്ഥിതിയാണുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു? അതെ, ഇതേറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാകുന്നു. ഇത് ആദ്യകാല പിതാക്കൾ അനുഭവിച്ചെന്ന് വരികിൽ തീർച്ചയായും പെന്തക്കോസ്ത് ലോകത്തിലെ എല്ലാവരും ശുശ്രൂഷകരും വിശ്വാസികളും ആദ്യം അനുഭവത്തിലേക്ക് മടങ്ങി വരേണ്ടത് ഈ കർത്താവിന് വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന അവന്റെ കാലൊച്ച നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ഈ കാലത്ത് ഏറ്റവും വലിയ ആവശ്യമാണ്. ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരട്ടെ. ആദ്യ സ്നേഹം, വിശ്വാസം, ജീവിതത്തിനെ കാത്തു സൂക്ഷിച്ചു ആദ്യ സ്നേഹം, വിശ്വാസം, ആദിമ പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തിനെ കാത്തു സൂക്ഷിച്ചു എഴുതു ശോഭിപ്പി ദീപം തെളിയത്തി പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. മാറി പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നില്ല. ദൈവിക രോഗശാന്തി ഒരു പെന്തക്കോസ്ത് ഉപദേശമല്ല, ഇതൊരു ബൈബിൾ സത്യമാണ്. ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥനയാലും വിശ്വാസത്താലും രോഗസൗഖ്യം അനുഭവിക്കുക എന്നത് ഇത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല, വേദപുസ്തക സത്യമാണ്. മാർത്തോമായിലെ സാധു കൊച്ചിനുപദേശി ഇന്നേക്ക് 187 വർഷത്തിനു മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം രോഗിയായി തീർന്നപ്പോൾ ചില ആളുകൾ തന്നെ നിർബന്ധിച്ച് നാഗോറിലുള്ളതായ ഒരു ആശുപത്രിയിൽ പോകാൻ നിർബന്ധിച്ചു. താൻ അവിടെ പോയി. പക്ഷെ പോയിട്ട് ചികിത്സിക്കല്ല ചെയ്തത്, അവിടെ ഒരു ഗംഭീരമായ ഉണർവ് വന്നിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്നാൽ തിരിച്ച് താൻ ഇടയാറുമോളെ വന്നെങ്കിലും തന്നോട് കൂടെ പോയ ഒരു മത്തായിച്ചെന്ന പേരുള്ളതായ ഒരു വ്യക്തി
അദ്ദേഹത്തിന് അല്പം മരുന്ന് മേടിച്ചുകൊണ്ടാണ് വന്നത്. സാധു കൊച്ചുമുദേശി രോഗിയായിരുന്നു. ഈ കൊണ്ടുവന്നതായ മരുന്ന് അല്പം തന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. തന്റെ സാധു കൊച്ചുമുദേശി തന്റെ വായിൽ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശക്തമായ ഒരു ആത്മപ്രേരണ ഉണ്ടായി, അത് ഇറക്കരുത് എന്ന്. പെട്ടെന്ന് താൻ അത് തുപ്പിക്കളഞ്ഞു. അന്ന് താന് ആ മൂത്താമ്പക്കൽ വീടിന്റെ തെക്കുഭാഗത്തേക്ക് ആ മരുന്ന് വായിലൊഴിച്ചത് ആ മരുന്ന് തുപ്പിക്കളഞ്ഞു. ആ സ്ഥലം ഇന്നൊരു പ്രാർത്ഥനാലയമായിട്ട് കാണപ്പെടുകയാണ്. ബാക്കി മരുന്ന് താന് ആറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സാധു കൊച്ചുമുദേശിയുടെ ആത്മകഥയെക്കുറിച്ച് 1947 KM ജോർജ് അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ 36-ാം പേജിൽ ഇത് സവിസ്തരമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു അനുഭവം ഒരു പെന്തക്കോസ്തുകാരനായിട്ടുള്ളത് അനുഭവിച്ചത് താൻ ഒരു പെന്തക്കോസ്തനല്ല, ഒരു മാർത്തോമാ വിശ്വാസിയായിരുന്നു. കഴിഞ്ഞ 65 വർഷങ്ങളായി പ്രാർത്ഥന രോഗശാന്തി അനുഭവിക്കുന്ന യാക്കോബക്കാരിയായ ഒരു മാതാവിനെ എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇത് ദിവ്യ രോഗശാന്തി ഒരു വേദപുസ്തക സത്യമാണ്. പെന്തക്കോസ്തുകാര് ഉരുവാക്കിയെടുത്ത ഒരു ഉപദേശമല്ല. സ്തോത്രം. നിങ്ങൾ അനേകരും ചാർലി കൗൾസൺ എന്ന ഡ്രമ്മർ ബോയിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ചരിത്രം വായിച്ചിട്ടുണ്ടാവും. അതായത് അമേരിക്കൻ പട്ടാളത്തിൽ ഒരു യുദ്ധരംഗത്ത് യുദ്ധക്കളത്തിൽ മുറിവേറ്റവരെ സൈനിക ആശുപത്രിക്ക് കൊണ്ടുവരികയും അവിടെ അവർക്ക് വേണ്ടുന്ന ആ കാര്യങ്ങൾ ഒരു ഡോക്ടർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. മുറിവേറ്റ് വന്നവരിൽ ഒരു കൈ മുറിച്ചു കളഞ്ഞ രക്ഷപ്പെടുത്തേണ്ട ആളുകളുണ്ട്, ഒരു കാല് മുറിച്ചു കളഞ്ഞ രക്ഷപ്പെടുത്തേണ്ട ആളുകളുണ്ട്, ഒരു കൈയും കാലും വരെ മുറിച്ചു കളഞ്ഞ് രക്ഷപ്പെട്ടേക്കും എന്ന നിലയിൽ കൊണ്ടുവരപ്പെടുന്നവരുമുണ്ട്. അതിൽ ഒരു 17 വയസ്സുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവന്റെ കൈയും കാലും കളഞ്ഞാൽ ഒരു പക്ഷേ അവൻ ജീവിച്ചിരുന്നേക്കും എന്നതുകൊണ്ട് ഡോക്ടർ ആ കൈയും കാലും മുറിപ്പാനായിട്ട് ഉള്ള തീരുമാനം അവനെ അറിയിച്ചു. അവനോട് പറഞ്ഞു, നിനക്ക് ക്ലോറോഫോം തന്ന് മയക്കി ഈ അസ്ഥികൾ വേർപെടുത്തട്ടെന്ന് ചോദിച്ചു. എന്നാൽ ആ ചാർലി പറഞ്ഞതായ മറുപടി ഏതു മനുഷ്യരെയും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. അവൻ പറഞ്ഞതായ സാക്ഷ്യം, എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു, മദ്യപാനിയായി മരിച്ചു. എന്റെ മാതാവ് എന്റെ 5 വയസ്സിൽ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മകനെ, നിന്റെ അപ്പൻ മദ്യപാനിയായി മരിച്ചു, നിനക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു ലഹരി വസ്തു നിന്റെ വായിൽ വെക്കുവാൻ ഇടവരരുത്. മാത്രമല്ല, ഈ ലഹരി ഉപയോഗത്തിന് എതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു വ്യക്തിയായി നീ ഭാവിയിൽ മാറണമെന്നാണ് നിന്റെ പെറ്റമ്മയുടെ ആഗ്രഹമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 9.5 വയസ്സുള്ളപ്പോൾ ഒരു സൺഡേ സ്കൂളിൽ വെച്ച് യേശു രക്ഷിതാവായി അവൻ സ്വീകരിച്ചു. അങ്ങനെ മറ്റൊരു ജോലിയില്ലാതിരുന്ന സമയത്ത് പട്ടാളത്തിൽ ചേർക്കാനുള്ള പ്രായം തികയാത്തതിനാൽ അവനെ പട്ടാളത്തിൽ ഡ്രമ്മടിക്കുന്ന ഒരു ജോലി, ഡ്രമ്മർ ബോയ് ആയിട്ട് അവനെടുത്തു. ആ ജോലി കയറി കേവലം 3 മാസം കഴിഞ്ഞതേയുള്ളൂ. ഇതാ യുദ്ധത്തിൽ മുറിവേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ അവൻ സൈന്യാശുപത്രി കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണ്. അവനോട് ചോദിച്ചു, ക്ലോറോഫോം തന്ന് നിന്നെ മയക്കിത് ചെയ്യട്ടെ? അവൻ പറഞ്ഞ മറുപടി, എന്റെ സാക്ഷ്യം ഇതാണ്, എന്റെ അമ്മയോട് ഞാൻ ചെയ്തതായ ഉടമ്പടി പ്രകാരം ഇന്നുവരെയും കാപ്പിയും ചായയും ഒഴികെ യാതൊരു ഉത്തേജകങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്കത് വേണ്ട. അപ്പോൾ ചോദിച്ചു, കുറഞ്ഞ പക്ഷേ ഒരു ബ്രാൻഡിയെങ്കിലും. ഈ വിധത്തിൽ ജീവിച്ച, ഇനി ഒരുപക്ഷെ എത്ര വേഗം മരിച്ച് സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നതായ എന്റെ വയറ്റിലേക്ക് ബ്രാൻഡിയും കൂടെ തന്ന് അയക്കാനാണോ ഡോക്ടറുടെ താല്പര്യം? അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോയി. തന്റെ ആ ശുശ്രൂഷകനെ വിളിച്ചു വരുത്തി. ആ ശുശ്രൂഷകന് വന്നതായ സമയത്ത് ആ ശുശ്രൂഷകനോട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എന്നെ മാതാവിന് ഒരു കത്തെഴുതി ഏൽപ്പിക്കണം. എന്റെ തലയിനെ കീഴെ ഇരിക്കുന്നതായ കൊച്ചു ബൈബിളിന് അമ്മയെ ഏൽപ്പിക്കണം. എന്നിട്ട് പറയണം, അമ്മയുടെ മകൻ അമ്മ പറഞ്ഞ ഉപദേശത്തെ ഇന്നുവരെയും പാലിച്ചിട്ടുണ്ട്. എന്റെ സൈനിക സേവനത്തിനിടയിൽ പോലും ഒരു ദിവസം പോലും ഈ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് പ്രാർത്ഥിക്കാതെ അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ മകൻ അമ്മയുടെ ഉപദേശത്തെ ഇന്നുവരെയും പാലിച്ചിരിക്കുന്നു എന്ന്
ഉള്ള സന്തോഷ വാർത്ത കത്തെഴുതി അറിയിക്കണം. 2, സൺഡേ സ്കൂൾ സൂപ്രണ്ടിന് ഒരു കത്തെഴുതണം. ആ കത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കണം: എന്റെ സൂപ്രണ്ട് എനിക്ക് സൺഡേ സ്കൂൾ പഠിപ്പിച്ചതായ ഉപദേശങ്ങൾക്കായിട്ട് നന്ദി. ഞാൻ ഇന്ന് ഈ നിലയിൽ ആയിരിക്കുന്നതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് തന്റെ സ്നേഹവും ഉപദേശവും വാത്സല്യവുമാണ് അതെ എന്ന് അദ്ദേഹത്തിനും അറിയിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമായി അവന്റെ താല്പര്യപ്രകാരം അവൻ ആ ക്ലോറോഫോം കൊടുക്കാതെ അവന്റെ കൈകാലുകൾ മുറിക്കുവാൻ തീരുമാനിച്ചു. അവന്റെ മാംസം മുറിച്ചു മാറ്റിയിട്ട് അവൻ ഡോക്ടറോട് പറഞ്ഞതായ വാഗ്ദത്ത പ്രകാരം ഒന്നും ഞരങ്ങുക പോലും ചെയ്തില്ല പോലും. അത് കഴിഞ്ഞപ്പോൾ അവൻ അസ്ഥികൾ വേർപെടുത്തുവാനായി കത്തിയെടുത്തു. ഡോക്ടർക്ക് ഒരു വലിയ സംശയമുണ്ടായി. ഇവനെ ഒന്നും ചെയ്ത് മയക്കാതെ ഇവൻ നിലവിളിക്കുമോ? ഉടനെ അവൻ പറഞ്ഞത് ഒരിക്കലുമില്ല. ക്ലോറോഫോം പോലും കൊടുത്ത് മയക്കാതെ അവന്റെ കൈ കാലുകൾ അസ്ഥികൾ മുറിച്ചു മാറ്റുമ്പോൾ അതിവേദനയിൽ പുളഞ്ഞെന്ന് വരികിലും അവനെ കിടത്തിയിരുന്ന തലയിണയുടെ മൂല കടിച്ചു പിടിച്ചുകൊണ്ട് അവനിങ്ങനെ പ്രാർത്ഥിച്ചു: യേശുവേ, എന്റെ പ്രിയ യേശുവേ, നീ ഇപ്പോൾ എന്റെ അരികിൽ തന്നെ നിൽക്കണമേ. അവൻ ആ ശസ്ത്രക്രിയയിലും ആ വേദന മുഴുവനും യേശുവിന്റെ വിശ്വാസത്തിൽ, നിഷ്കളങ്ക വിശ്വാസത്തിൽ, ഒരു മയക്കോൻ പോലും അനുവദിക്കാതെ അത് അത്രയും സഹിച്ചു പിടിച്ചു. അതിനുശേഷം അവനോടുണ്ടായിരുന്ന പലരും മരിച്ചു. എന്നാലും അവൻ മരിക്കുന്നതിന് മുൻപ് അവനെ സന്ദർശിക്കുവാൻ അവന്റെ സഭയിൽ നിന്നില്ല വിശ്വാസികൾ വന്നുപോലും. അവർ വന്ന് പ്രാർത്ഥിച്ചു. അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അവരൊരു പാട്ടുപാടി, യേശുവേ എന്ന പ്രാണസ്നേഹിത. അവൻ അവരോട് ചേർന്ന ആ വേദനയിലും പാട്ടുപാടി. അത് ഏവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിനുശേഷമായിട്ട് അവൻ താമസിക്കാതെ കണ്ണുകളടച്ചു. എന്നാൽ അവൻ എല്ലാ സൈനിക ബഹുമതിയോടുകൂടെ അടക്കി. എന്നാൽ ഒരു വിശേഷമായ കാര്യമുണ്ടായി. അവൻ മരിക്കും മുമ്പ് ആ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടറോട് പറഞ്ഞു. താൻ യഹൂദനായിരുന്നു. ഇങ്ങനെ പറഞ്ഞു: ഡോക്ടർ, താങ്കൾ എന്റെ കൈകാലുകൾ അസ്ഥി വേർപെടുത്തുന്നതായ ആ സമയത്ത് ഞാൻ അങ്ങയെ രക്ഷിക്കണമെന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന്. ഈ വാക്കുകൾ ആ ഡോക്ടറുടെ ഹൃദയത്തിൽ തറയ്ക്കുകയും പിന്നീട് താൻ യേശുവിനെ ഏറ്റവും വെറുത്തൊരു യഹൂദ ആരാസ്ഥിതനായിരുന്നിട്ട് പോലും യേശു രക്ഷിതാവായി സ്വീകരിച്ചു. പിന്നീട് ഒരു യോഗത്തിൽ അവന് മാതാവ് സാക്ഷ്യം പറഞ്ഞു: ഈ സാക്ഷ്യം ഒടുവിലത്തേതാവാം. ഇനിയൊരു സാക്ഷ്യത്തിന് അവസരം കിട്ടാതെ ഞാൻ മരിച്ചാൽ എന്റെ പ്രിയ മകന്റെ അടുക്കലേക്ക് ചിന്തയേരും. തന്റെ മകന് നേരിട്ട ആ ആപത്തും ആശുപത്രിയിലെ അനുഭവങ്ങളും അവന്റെ പ്രാർത്ഥനയും മരണക്കിടക്കയിൽ പോലും അവന്റെ ഡോക്ടറിന്റെ പ്രാർത്ഥിച്ചതും പറഞ്ഞപ്പോൾ ആ മകന്റെ അന്തിമാഭിലാഷത്തെ നിറവേറ്റി രക്ഷിക്കപ്പെട്ടുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആ ഡോക്ടർ ആ മീറ്റിംഗിൽ ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു പോലും. അതെ, നിങ്ങളുടെ മകന്റെ പ്രാർത്ഥന എനിക്ക് സബലീകൃതമായി ഞാനൊരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കുക. ദൈവിക രോഗശാന്തി ഇത് പെന്തക്കോസ്തുകാരുടെ സൃഷ്ടിയല്ല. സ്തോത്രം. ഇത് ഒരു വേദപുസ്തക സത്യമാണ്. തിരുവചനം വായിക്കുന്നവർക്കും സുവിശേഷം വായിക്കുന്നവർക്കും യേശുവിനെ അറിയുന്നവർക്കും അവനെ ക്രൂശുമരണത്തെ ധ്യാനിക്കുന്നവർക്കും അവനെ പരമാർത്ഥ ഹൃദയത്തോടെ പിൻപറ്റുന്നവർക്കും പൂർണ്ണഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ആരായിരുന്നാലും അവർക്കെല്ലാം പിൻപറ്റുവാൻ കഴിയുന്ന ഒരു വേദപുസ്തക സത്യമാണ് ദൈവിക രോഗശാന്തി. ദൈവത്തിന് സ്തോത്രം. ദൈവിക രോഗശാന്തിയെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ അബ്രഹാമിനോട് യഹോവ അരുളി ചെയ്യുകയാണ്: ഞാൻ ആരാകുന്നുവെന്ന്. ഒന്ന് വായിച്ചാട്ടെ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്: ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കൻ ആയിരിക്കാം. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവൻ മക്കളില്ലാത്തവനായിരുന്നു. അവന് മക്കളെ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അത് നിറവേറിയില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 99 വയസ്സോളമായി അവനോട് ദൈവം പറയുകയാകുന്നു: അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഈ എബ്രായ ഭാഷയിൽ ഏൽ ശബ്ദായി, എല്ലാറ്റിനും ശക്തനായൊരു ദൈവം. അതുപോലെയാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ അവിടെ ഇസ്രായേൽ ജനതയോട് അവിടെ മരുപ്രയാണമധ്യേ യഹോവ പറയുന്നതായ ഒരു വാക്ക് വായിച്ചാട്ടെ.
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നുവെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹീബ്രു ഭാഷയിൽ യഹോവ രാഫ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, വിശപ്പിന് ഭക്ഷണം കഴിക്കുന്നില്ലേ, എന്നാ പിന്നെ രോഗസൗഖ്യത്തിന് ഔഷധം ഉപയോഗിച്ചാൽ എന്താണെന്ന്. അതിനെ വ്യത്യസ്തമാക്കിയിരിക്കുകയാണ്. വിശപ്പിന് ഭക്ഷണം ഒരു ഇസ്രായേൽ മക്കളുടെ പരിപ്രയാണത്തിൽ അവർക്ക് ദാഹിച്ചു. യഹോവയായ ദൈവം എന്തു പറഞ്ഞു? സാരമില്ല, ഞാൻ നിങ്ങളുടെ ദാഹമെല്ലാം ശമിക്കാമെന്ന് പറഞ്ഞില്ല. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു. അവനവർക്ക് ആകാശത്ത് മന്ന പൊടിയിച്ചു കൊടുത്തു 40 വർഷങ്ങൾ. പിന്നെയും അവർ അതിര് കടന്നൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്ക് മാംസം കഴിക്കണമെന്ന ഒരാഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, ദൈവത്തിന് അത്ര പ്രസാദമായില്ല കൂടെയും ഇത്ര ജനത്തിന്റെ ആഗ്രഹ നിവൃത്തിക്കായി അവൻ കാടകളെ വർഷിപ്പിച്ചു കൊടുത്തു. വെള്ളത്തിന് തീക്കൽപ്പാറയിൽ നിന്ന് നദിയെ പുറപ്പെടുവിച്ചു. അവിടെ ആഹാരത്തിന് മന്നായും കാടയും കൊടുത്തു. എന്നാൽ രോഗത്തിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ ഭക്ഷണം വേറെ, ഔഷധം വേറെ, അവിടെ വ്യക്തമായിട്ട് തീർത്തിരിക്കുകയാണ്. രോഗത്തിന്റെ വിഷയത്തിൽ വന്നപ്പോൾ പറയുകയാണ്, അതിന് വേറൊരു ഉപാധി ഞാൻ പറയുന്നില്ല, അതിനൊരു വൃക്ഷം ചൂണ്ടിക്കാണിക്കുന്നില്ല, അതിനെ ഞാനൊരു പ്രത്യേകമായ ഒരു പ്രതിവിധി പറയുന്നില്ല. ഒരേ ഒരു പ്രതിവിധിയാണ്, ഞാൻ രോഗം വരുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ മറ്റൊരു വാഗ്ദത്തം കാണുന്നുണ്ട്. അതെന്താണ്? നീ കഴിക്കുന്ന ആഹാരവും വെള്ളവും ഞാൻ അനുഗ്രഹിച്ചിട്ട് നിനക്ക് സൗഖ്യമായി തീരും. വായിച്ചാട്ടെ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും. അതെ, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നാം ഭക്ഷിക്കുന്ന ആഹാരവും നാം കുടിക്കുന്നത് വെള്ളവും അനുഗ്രഹിച്ചിട്ട് നമ്മുടെ രോഗങ്ങളെ അകറ്റാമെന്നുള്ള വാഗ്ദത്തം അവിടെ കൊടുത്തിരിക്കുക. വേദപുസ്തകത്തിൽ ഉടനീളം അത് ദൈവം സൗഖ്യമാക്കുന്നവരാകുന്നു എന്നുള്ള ആ വിഷയത്തെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ രക്ഷ എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. അതിന് ഗ്രീക്കിൽ കൊടുക്കുന്ന സോസോ എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം ഒരു പൂർണ്ണരക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിന് ഫലമായി ശിക്ഷാപതിയിൽ നിന്നുള്ളതായ രക്ഷ എന്നൊരർത്ഥം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4:12 മറ്റൊരുത്തിനും രക്ഷയില്ല എന്നുള്ള വാക്ക്. എഫെസ്യർ 2:8 കൃപയാലല്ലോ വിശ്വാസമുള്ള രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടൊക്കെ ആ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് രോഗത്തിൽ നിന്നുള്ളതായ സൗഖ്യം, ആ സൗഖ്യം എന്നുള്ളതിനും ഈ സോസോയാണ് കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ വിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ യേശു പറയുന്നു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അഥവാ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. 10-52-ാം വാക്യത്തിലും അവിടെ സൗഖ്യം എന്നതിനും അവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. മൂന്നാമത് സാത്താന് ബന്ധനത്തുള്ളതായ വിടുതലിനും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ സാത്താന് ബന്ധനത്തിൽ നിന്നുള്ളതായ വിടുതൽ. യൂദായുടെ ലേഖനം 5-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, പാപത്തിന്റെ ഫലമായി ന്യായവിധിയുള്ളതായ രക്ഷ, പൈശാചികമായ സാത്താന്യമായ അടിമത്തിൽ നിന്നുള്ളതായി വിടുതൽ, അടുത്തത് രോഗത്തിനുള്ളതായ സൗഖ്യം. ഇതിനെല്ലാം സോസോ എന്നുള്ള ഗ്രീക്ക് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ഇതാണ്: ശരീരത്തിലും ദേഹിയിലും ആത്മാവിലുള്ള സമ്പൂർണ്ണ രക്ഷ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, ഇന്ന് ഈ ദൈവിക രോഗശാന്തിയെ കുറിച്ച് പറയുന്നതായ വേളയിൽ അനേകർക്കും പലവിധമായ സംശയങ്ങളുണ്ട്. അതിൽ ഒരു സംശയം, ദൈവം തന്നെയല്ലേ ഈ ഭൂമിയിൽ ഔഷധ സസ്യങ്ങളെ സൃഷ്ടിച്ചത്? അത് ചികിത്സയ്ക്കല്ലെങ്കിൽ പിന്നെ ദൈവം തന്നെ ഔഷധ സസ്യങ്ങളെ സൃഷ്ടിച്ചത്? കുറുന്തോട്ടിയും പിന്നെന്തൊക്കെ എനിക്കറിഞ്ഞാൻ വയ്യ. പിന്നെ ദൈവം സൃഷ്ടിച്ചത് ഇത് രോഗസൗഖ്യം ഉപയോഗിക്കാനല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ
അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-30 എന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം യഹോവ പറയുകയാണ്, എന്തായിരിക്കണം നിങ്ങളുടെ ആഹാരം? ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. മനുഷ്യനോട് പറയുകയാണ്, ഇതാ എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും അതിന്റെ ഫലങ്ങളും നിങ്ങൾ ഞാൻ ആഹാരമായി തന്നിരിക്കുന്നു. 30-ാം വാക്യം, ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം കൽപ്പിച്ചു. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾ, പറവകൾ, എല്ലാ ഭൂചര ജന്തുക്കൾ, ഇവയ്ക്കെല്ലാം പച്ചസസ്യം ആഹാരമായിട്ട് കൊടുത്തിരിക്കുക. സസ്യങ്ങൾ ദൈവം സൃഷ്ടിച്ചത്, സസ്യങ്ങൾ ഏതു തന്നെയായിരുന്നാലും ഇത് മനുഷ്യന്റെ ആഹാരത്തിന്, മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ ഇവിടെ ആഹാരത്തിനായിട്ടാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവന് കൊടുത്ത ആദ്യമേ അവസ്ഥയിൽ നിന്ന് വീണുപോയി കഴിഞ്ഞപ്പോൾ ആഹരിക്കണം എന്ന് പറഞ്ഞു ദൈവം കൊടുത്തതായ സസ്യങ്ങൾ അവൻ അതിന്റെ ഔഷധ ഗുണത്തെ കണ്ടെത്തി ഔഷധമായി ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ റോമാലേഖനം 14-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവിടെ സസ്യം തിന്നുന്നത് ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വായിച്ചു. ഒരുവൻ എല്ലാം തിന്നാം എന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. ബലഹീനൻ സസ്യാദികളെ തിന്നുന്നു. അത് ഏത് ഉദ്ദേശത്തോടെ എന്ന നിലയിലും വിഷയത്തോടെ ബന്ധപ്പെട്ട് പറയുകയാണ്, ബലഹീനനായ ഒരു വ്യക്തി, വിശ്വാസത്തിൽ ബലഹീനനായവൻ ഈ ആഹാരമായി കഴിക്കുന്നതായ സസ്യങ്ങളെ അവൻ ഔഷധത്തിനായിട്ട് കഴിക്കുന്നു. എന്നോട് പറയാം, ദൈവം സസ്യങ്ങൾ സൃഷ്ടിച്ചത് ആഹാരത്തിന് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം, പക്ഷേ മനുഷ്യൻ വീണുപോയി കഴിഞ്ഞപ്പോൾ ആഹാരത്തിനായിട്ട് കൊടുത്തതിനെ അവനതിനെ ചികിത്സിക്കൽ ഔഷധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. യേശുക്രിസ്തു ഒരു പ്രത്യേക വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഏത് വിഷയമാണ് നിങ്ങൾക്കറിയാം? ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു ചോദ്യം കൊണ്ടുവന്നു, ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ക്രിസ്തു പറഞ്ഞു ശരിയല്ല. അപ്പൊ തിരിച്ചൊരു ചോദ്യം, മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും തക്കതായ വിഷയമുണ്ടെങ്കിൽ ഉപേക്ഷണപത്രം കൊടുക്കാമെന്ന്. അപ്പോൾ മോശ പറഞ്ഞത് അനുസരിക്കേണ്ടതല്ലേ, ദൈവം കൊടുത്ത പ്രമാണമല്ലേ എന്നൊരു വ്യംഗ്യേന ചോദിക്കുകയാണ്. അപ്പോൾ അതുവരെയും മറഞ്ഞിരുന്ന ഒരു കാര്യം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചവൻ പറഞ്ഞുകൊടുത്തു. ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അതിനർത്ഥം വിവാഹമോചനം ദൈവത്തിന് ആദിമ പദ്ധതിയിൽ ഇല്ല. പിന്നെ പറഞ്ഞത് അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അത് അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും അത് ദൈവഹിതമല്ല, മനുഷ്യ ഹൃദയകാഠിന്യ നിമിത്തം അങ്ങനെ അനുവദിച്ചു എന്ന് മാത്രം. ആ വാദം ശ്രദ്ധിക്കുക. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഔഷധങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടിയല്ലെന്ന് ചോദിച്ചാൽ അല്ല, ആദിയിൽ അങ്ങനെയായിരുന്നില്ല. മനുഷ്യൻ വീണുപോകുകയും ദൈവ സംസർഗം അകന്നു പോകുകയും ദൈവത്തിലെ വിശ്വാസം കുറഞ്ഞു പോകുകയും ദൈവത്തിലെ ആശ്രയം അത് ഇല്ലാതായിത്തീരുകയും ചെയ്തപ്പോൾ, ബലഹീനനായപ്പോൾ, വിശ്വാസത്തിൽ ബലഹീനനായപ്പോൾ ആഹാരമായി കൊടുത്തതിനെ അവന് അത് ഔഷധമായി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. പലരും ബുദ്ധിമുട്ടിലേക്ക് കയറിയൊരു ചോദ്യം ചോദിക്കുന്നു. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, തിമോഥെയോസ് ഒരു അപ്പോസ്തലനാണ്, തിമോഥെയോസിനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ളതായ അജീർണ നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കാം. 1 തിമോഥെയോസ് 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചാൽ, നീലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ ഉള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. തിമോഥെയോസിന് പറയുകയാണ്, നിന്റെ ക്ഷീണവും കൂടെയുള്ളതായ ആ അജീർണം നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കാമെന്ന് പറഞ്ഞു. അത് ഒരു ഔഷധ നിലയിലല്ലേ പറഞ്ഞതെന്നാണ്. ചിലര് വേറൊരു ഭാഷയോടെ പറയുന്നുണ്ട്, അല്പം ലഹരി കൂടുതലാകുന്ന ഭൂസൊന്നും ആകരുത്, അല്പം ഉപയോഗിക്കാം എന്നതിന്റെ ഒരു അനുവാദം കൂടെയാണെന്ന് പറയുന്നവരെയും എന്നോട് പറഞ്ഞിട്ടുള്ളവരെയും എനിക്കറിയാം. പക്ഷേ ഈ രണ്ടർത്ഥവും വരുന്നില്ല. ശ്രദ്ധിച്ചോട്ടെ, ഇത് ലഹരി ആയിരുന്നില്ല. അല്പം വീഞ്ഞ് സേവിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഹരി ഉപയോഗിക്കാം എന്നല്ല. അതായത് വീഞ്ഞ എന്ന പദം
ലഹരി ഉള്ളത് അഥവാ മദ്യം എന്ന നിലയിലും ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ. മുന്തിരിച്ചാറ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് എന്ന നിലയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വീഞ്ഞിന് പൊതുവെ ബൈബിൾ കൊടുക്കുന്നൊരു വാക്ക് ഒയിനോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. വീഞ്ഞിന് പൊതുവായി കൊടുത്തിരിക്കുക. എന്നാൽ മദ്യം അഥവാ സ്ട്രോങ് ഡ്രിങ്ക് അതിന് വീഞ്ഞുള്ള വാക്ക് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകമായ വാക്ക് കൊടുക്കുന്നു. സിഖേറ എന്നുള്ള പദമാണ് കൊടുക്കുന്നത്. അതായത് പുളിപ്പിച്ച് ലഹരി ഉള്ളതായ മുന്തിരിച്ചാറ് അല്ലെങ്കിൽ വീഞ്ഞ് എന്ന് പറയാം. മദ്യം നമ്മുടെ ഭാഷയിൽ മദ്യം. അതിന് ആ വാക്കല്ല കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ വാക്ക് നമ്മൾ ബൈബിളിൽ പലയിടത്തും കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-8 വാക്യത്തിൽ വീഞ്ഞ് കുടിച്ച മത്തരാകരുത് എന്നർത്ഥം ലഹരിയുള്ള വീഞ്ഞ് കുടിക്കരുത് എന്നാണ്. അല്ലെങ്കിൽ മദ്യം വീഞ്ഞ് കുടിക്കരുതെന്നാണ്. 1 ദിവസം 3-8 വാക്യത്തും അവര് വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം. അവിടെ ഈ സ്ട്രോങ് ഡ്രിങ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 2 വാക്യത്തിലും അവിടെയും വീഞ്ഞടിമപ്പെടാത്ത വൃദ്ധമാർ, അവിടെയും ഈ വാക്ക് അതായത് ഈ സിക്കറ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ ലഹരിയുള്ള മുന്തിരിച്ചാറ് അത് ഉപയോഗിക്കും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് മധുരമുള്ള മുന്തിരിച്ചാറിന് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിന് വേറൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഗ്ലൂക്കോസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് ആ വാക്കാണ് 1 തിമോഥെയോസ് 5:23 കാണുന്നത്. അഥവാ മദ്യപയോഗിക്കാമെന്നല്ല, രോഗസൗഖ്യത്തിനായിട്ട് വീര്യമുള്ള വീഞ്ഞുപയോഗിക്കാമെന്നല്ല, പിന്നെയോ നീ ഈ മുന്തിരി ജ്യൂസ് ഉപയോഗിക്കാമെന്ന്. അത് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ആ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുടെയിൽ ഗ്രേപ്പ് ജ്യൂസ് ഒരു സാധാരണ ഉപയോഗമായിരുന്നു. വൈകുന്നേരം പറിച്ചു വയ്ക്കുന്നതായ ആ മുന്തിരിപ്പഴം രാത്രി സൂക്ഷിച്ച് രാവിലെ അത് പിഴിഞ്ഞു കുടിക്കുക, അത് സാധാരണമായിരുന്നു. എന്നാൽ അത് ഈ തിമോഥെയോസിന് പറഞ്ഞത് മരുന്ന് എന്ന വിധം ആയിരുന്നില്ല. പലസ്തീനില് ഈ ഗ്രേപ്പ് ജ്യൂസ് ഒരു ദേശീയ പാനീയമായിരുന്നു. നമ്മൾ ഉൽപ്പത്തി 14-18 നോക്കുമ്പോൾ അബ്രഹാം മൽക്കിസേദക്കിനെ കണ്ടുമുട്ടുന്നതായി കാണുന്നുണ്ട്. ആ സമയത്ത് മൽക്കിസേദക്ക് അബ്രഹാമിന് കൊണ്ടുവന്നതായ 2 സമ്മാനങ്ങൾ, ഒന്ന് അപ്പവും പിന്നെ വീഞ്ഞും. അത് ആ യഹൂദന്മാരുടെ ഇടയിലുള്ളതായ ഒരു സാധാരണ പാനീയമായിരുന്നു. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 18 വാക്യത്തിൽ ഇതിന് വീഞ്ഞിന്റെ ആദ്യ ഭാഗം യഹോവയ്ക്ക് അർപ്പിക്കണം. അത് മദ്യം എന്നുള്ള അർത്ഥത്തിലാണെന്ന് ഇടമറുകോ മറ്റോ ഒരു പുസ്തകത്തിൽ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ളത് യഹോവയ്ക്കും വീഞ്ഞ് മദ്യം വേണ്ട ആളാണെന്ന് ആക്ഷേപിച്ചതായി ഞാൻ വായിക്കാനിടയായി. അവിടെ യഹോവയ്ക്ക് അർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് മദ്യം എന്നുള്ള നിലയിലല്ല, പിന്നെയോ ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ നിന്റെ വീഞ്ഞിന്റെ ആദ്യ ഭാഗം കൊടുക്കണമെന്ന്. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 29:4 പാനീയാഗമായി വീഞ്ഞ് ലേവ്യ 23:13 കാണുന്നുണ്ട്. പാനീയാഗമായി വീഞ്ഞ് അത് സ്ട്രോങ് ഡ്രിങ്ക് അല്ല, പിന്നെയോ അത് ഗ്രേപ്പ് ജ്യൂസ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ അതുപോലെ നാം പുതിയ നിയമത്തില് യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിൽ യേശു കാനാവിലെ കല്യാണത്തിന് പോയി. അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ യേശു പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തു. അത് ഒരു കാരണവശാലും ഇന്ന് വീഞ്ഞൊന്ന് ഉപയോഗിക്കുന്ന കടയിൽ കിട്ടുന്നതായ ആ മദ്യത്തിന് തുല്യമായതല്ല, പിന്നെയോ യേശു അവിടുത്തെ സാധാരണ പാനീയമായ നമ്മുടെ കാപ്പിയോ ചായയോ അല്ലെങ്കിൽ കൊടുക്കുന്നതായ ആ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു എന്ന അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. ഇനി തിമോഥെയോസിനോട് നീ ക്ഷീണവും ആ നിമിത്തം അജീർണ നിമിത്തം അപ്പം വീഞ്ഞ് സേവിക്കാൻ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഈ സാധാരണ പാനീയമായിരുന്നു മുന്തിരിച്ചാറെന്ന് വരികിലും സ്വയവർജനത്തിന് ഭാഗമായി ചിലര് അത് വേണ്ട എന്ന് വെച്ചിരുന്നു. സാധു കുഞ്ഞുമദേശിയുടെ ആ ജീവചരിത്രത്തിൽ താൻ പകല് വെള്ളം കുടിക്കുമായിരുന്നില്ല. രാത്രിയിൽ 10-10 ആയേ വെള്ളം കുടിക്കത്തുള്ളൂ, പകൽ വെള്ളം കുടിക്കത്തില്ല. താൻ രോഗിയായി കിടന്നപ്പോൾ തന്റെ വായിലേക്ക് ആരോ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് തന്റെ മരുമകനാണെന്ന് വിചാരിച്ച് എടാന്ന് വിളിച്ച് അവനെ ശാസിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് അതൊരു പുരോഹിതനാണ് കൊടുത്തത്. ഉടനെ അയ്യോ ക്ഷമിക്കണം, ഞാൻ മരുമനാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞത്. കാരണം ഞാൻ പകല് വെള്ളം കുടിക്കാത്ത ഒരു വർജനമുള്ള വ്യക്തിയാണ്. ഇതുപോലെ ചില ആളുകൾ എല്ലാവർക്കും വെള്ളം കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ ചില ആളതിനെ വർജിച്ചിരിക്കുന്നു. ഇതുപോലെ
ഇതൊരു സാധാരണ പാനീയമാണെങ്കിലും സ്വയവർജനം എന്ന നിലയിൽ തിമോഥെയോസ് ആ പാനീയത്തെ വേണ്ടാന്ന് വെച്ചിരുന്നു. എന്നാൽ ആ നാസിർ വ്രതക്കാരും സംഖ്യ 6 വാക്യത്തിൽ വായിക്കുമ്പോൾ അവരും ഇതിനെ ഈ വീഞ്ഞ് വ്രതകാലത്ത് ഉപയോഗിക്കുമായിരുന്നില്ല. പല സന്യാസ സമൂഹങ്ങളും ഈ വീഞ്ഞ് വർജനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാത്തവരുണ്ട്. ത്യാഗജീവിതം നയിക്കുന്നവരും ഈ വീഞ്ഞാനെ അല്ലെങ്കിൽ മുന്തിരിച്ചാറിനെ തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. യെരമ്യാ പ്രവചനം 35:7-8 എന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യോനാദാവിന്റെ മക്കൾ അവര് വീഞ്ഞ് കുടിക്കാതെ ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മത്തായി 11:18 നമ്മൾ കാണുമ്പോൾ സ്വയവർജനത്തിന്റെ ഭാഗമായി അക്കാലങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നതായ മുന്തിരിച്ചാറ് വർജി ജീവിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതമാണ് തിമോഥെയോസ് നയിച്ചിരുന്നത്. തിമോഥെയോസിന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അത് തന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോയതിന് ഫലമായി കുറെ കഴിഞ്ഞപ്പോൾ തനിക്ക് ദഹനപ്രശ്നമുണ്ടായി, ക്ഷീണം വർദ്ധിച്ചു, കരയാഹാരം പോലും ദഹിക്കാത്ത ഒരു നിലയിലായി തീർന്നു. അപ്പോൾ ആ പോഷകദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ഇല്ലെങ്കിൽ പാനീയത്തിലൂടെയെങ്കിലും അവന് ഒരു ഊർജ്ജം ലഭിക്കട്ടെ എന്ന നിലയിൽ മാത്രമാണ് വീഞ്ഞ് അല്പം സേവിച്ചുകൊള്ളുക എന്നുള്ളതായ ഒരു ബുദ്ധിോപദേശം ഈ പൗലോസ് തിമോഥെയോസിന് കൊടുത്തത്. അതൊരിക്കലും മരുന്ന് ഉപയോഗിക്കാനോ ലഹരി ഉപയോഗിക്കാനുള്ളതായ ഒരു മൗന അനുവാദമോ നിർദ്ദേശമോ ആയിരുന്നില്ല. ഇന്ന് ഏത് കാരണം കൊണ്ടും ആത്മീയമായ സത്യങ്ങളെ അത് നിഷേധിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമായി തീരുകയാണ്. അതുപോലെ യേശുക്രിസ്തു ചേറ് തേച്ച ഒരു വ്യക്തിയുടെ കണ്ണിന് കാഴ്ച കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിന് ഈ ചേറ് കണ്ണിൽ തേച്ച് സുഖമാക്കിയില്ലേ? അതുപോലെ കുഴമ്പ് തേക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരട്ടാനുള്ള ഒരു ന്യായമല്ലേ കാരണം ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അതും അങ്ങനെയല്ല. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 9-ാം വാക്യത്തിൽ അവിടെ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തി യേശു കണ്ടുമുട്ടുകയാണ്. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി. അവരോട് പറയുന്നു, നീ ആ ശിലോഹം കുളത്തിൽ പോയി കഴുകണമെന്ന് പറയുന്നു. അവൻ ശിലോഹം കുളത്തിൽ പോയി കഴുകി അവന് കണ്ണിൽ കാഴ്ച കിട്ടി. അതാ ചേറ് തേക്കുന്നത് ഏതെങ്കിലും ഒരു ഔഷധ പ്രയോഗത്തിന്റെ നിഴലും അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന് ആവശ്യമുണ്ടായിരുന്നില്ല. ചേറ് തേക്കാതെ തന്നെ അതിന് മുൻപും അതിന് പിൻപും യേശു അനേക കുരുടന്മാരെ സൗഖ്യമാക്കി. അവിടെ ചേർ തേച്ചെങ്കിലേ സൗഖ്യമാകൂ എന്നതുകൊണ്ടല്ല കൊടുത്തത്. എന്റെ അനുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു സൃഷ്ടാവാകുന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. കൊലോസ്യർ പൗലോസ് പറയുന്നു, അവൻ മുഖാന്തരം മൂലവും അവനാലും അവന് വേണ്ടിയും സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു സൃഷ്ടാവായ ദൈവം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് കാണുന്നുണ്ട്. അവൻ നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി നോക്കി ശിവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാ അസൃഷ്ടാവായ ദൈവം ചേർദേശത്തിലൂടെ അവൻ സൃഷ്ടാവാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴും വായിച്ചാട്ടെ. യെശയ്യാവ് 64:8. എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും, ഞങ്ങൾ കേവലം കളിമണ്ണും, നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ദൈവം സൃഷ്ടാവാകുന്നുവെന്നും നാം അവന്റെ കൈപ്പണിയാകുന്നുവെന്നും നാം കേവലം ഒരു കളിമണ്ണായിരിക്കുമ്പോൾ ദൈവം നമ്മളെ രൂപപ്പെടുത്തുന്നവന് സൃഷ്ടാവാണെന്നുള്ള ഒരു സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാകുന്നു ക്രിസ്തു തൻ സൃഷ്ടാവിനെ വെളിപ്പെടുത്തുവാൻ ചേർതേച്ചു. രണ്ടാമത്, അനുസരണം പ്രതീക്ഷിച്ച, അതായത് ചേർതേച്ചതിനോട് പറഞ്ഞത് സൗഖ്യം കൊടുക്കുകയായിരുന്നില്ല, നീ ശിലോഹം കുളത്തിൽ പോയി കഴുകിയാൽ നിനക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഒരു അനുസരണം, അവനൊരു സൗഖ്യം വരുവാൻ ഒരു അനുസരണം കർത്താവ് അവനെ പ്രതീക്ഷിച്ചു. അങ്ങനെ ചേർതേച്ച് വിടുമ്പോൾ അവൻ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാനായി. എല്ലായ്പ്പോഴും വേദവസ്തു എവിടെ നോക്കിയാലും ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ അത് ഗുണഭോക്താവിനൊരു പങ്ക് കണ്ടെത്താൻ കഴിയും. ഏത് അത്ഭുതം ആരനുഭവിച്ചിട്ടുണ്ടോ
ആ അത്ഭുതം നടക്കുവാൻ അത്ഭുതം അനുഭവിച്ചവന് ഒരു പങ്ക്. ഉദാഹരണം, പുറപ്പാട് പുസ്തകം 15:25 വായിക്കുമ്പോൾ അവിടെ ഇസ്രായേല്യർ യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് ചെന്നു. ദാഹിച്ച് വരണ്ട അവിടെ കുറച്ച് വെള്ളം കൊണ്ട് കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അത് കയ്പുള്ളതാണ്. അവർ നിലവിളി ചെയ്യോ, ഇത് കുടിക്കാൻ കഴിയുന്നില്ല, കയ്പുള്ളതാണ്. എന്താണ് ദൈവം ചെയ്തത്? ശരി, ആ കയ്പ് മാറ്റിയിരിക്കുന്നു, ഇനി കുടിച്ചോ. അങ്ങനല്ല പറഞ്ഞത്. ആ കയ്പ് മധുരമായി തീരുവാൻ അവനിതൊരു അനുസരണം പ്രതീക്ഷിച്ചു. ഒരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചിട്ട് അതിന്റെ കൊമ്പ് വെട്ടി ഇടാൻ പറഞ്ഞു. അതനുസരിച്ചപ്പോൾ ആ കയ്പുള്ള വെള്ളം മധുരമായി തീർന്നു, മാറാമധുരമായി. അഥവാ മാറാമധുരമായി തീരുന്ന അത്ഭുതം നടക്കുന്നതിന് അവര് ഒരു അനുസരണം വേണ്ടിയിരുന്നു. അഥവാ അവരെ കൊമ്പ് വെട്ടിയിടണമായിരുന്നു. പുറപ്പാട് 17:11 നമ്മുടെ അത്ഭുതം കാണുന്നുണ്ട്. അതായത് യോശുവ ജനത്തെ കൂട്ടിക്കൊണ്ട് അമാലേക്കോട് യുദ്ധം ചെയ്തു. അമാലേക്കർ ശക്തമായ ജാതിയായിരുന്നു അക്കാലത്ത്. എന്നാൽ ജയമുണ്ടായി. ആ ജയമുണ്ടായതിന് പിന്നില് ഒരു പ്രവൃത്തി, ഒരു മനുഷ്യന്റെ ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. എന്താണത്? മോശ യുദ്ധം നടക്കുന്ന വേളയിൽ പർവ്വതത്തിലേക്ക് കയറി. യുദ്ധം അവിടെ നടക്കുമ്പോൾ അവൻ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന്റെ രഹസ്യം അടുത്തു നിന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുകയില്ല. അവൻ കൈ കഴിച്ചപ്പോൾ കൈ താഴെയിട്ടു. ഉടനെ യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചടിയുണ്ടായി. ഇത് മനസ്സിലാക്കിയതായ മോശയുടെ കര ഉയർത്തിരിക്കുമ്പോഴാണ് വിടുതലത മനസ്സിലാക്കിയതായ അഹരോനും ഹൂരും അവന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ആ കരങ്ങൾ ഉയർത്തി താങ്ങി പിടിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, ഇതൊന്നുമില്ലാതെ ഒരു ജയം കൊടുക്കുവാൻ യഹോവയ്ക്ക് കഴിഞ്ഞിട്ടില്ലേ, ചെയ്തിട്ടില്ലേ എങ്കിലും ആ ജയത്തിൽ മനുഷ്യൻ വഹിക്കുന്ന ഒരു പങ്ക്. അവരവന് മുമ്പ് യാത്ര ചെയ്തുമ്പോൾ വെള്ളമില്ലാതായി തീർന്നു. അവർ വെള്ളത്തിന് വേണ്ടി നന്നായി ദാഹിച്ച് നിലവിളിച്ച് പിറുപിറുത്തു. യഹോവ എന്താണ് ചെയ്തത്? അവിടെ മോശയോട് പറഞ്ഞു, നിന്റെ വടിയെടുത്തോണ്ട് പുറപ്പെടുക, ആ പാറ നീ അടിക്കുക, അത് വെള്ളം പുറപ്പെടും. അവൻ പോയി പാറ അടിച്ചു, പാറ പിളർന്ന് വെള്ളം പുറപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇതൊന്നുമില്ലാതെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് പാറയെ പിളർക്കുമാറൊക്കെ വെള്ളം കൊടുക്കാം. പക്ഷേ മോശയിൽ നിന്ന് ഒരു ആ അത്ഭുതത്തിൽ അവൻ ചെയ്യേണ്ട ഒരു പങ്ക്. സംഖ്യ 20:7 വായിക്കുമ്പോൾ വീണ്ടും ദാഹിച്ചപ്പോൾ മോശയോട് പറയുകയാണ്, നീ ആ വടിയുമായി പോയിട്ട് പാറയോട് കൽപ്പിക്കുക. അവരെ ശ്രദ്ധിച്ചു കേട്ടില്ല, അടിച്ചു. അഥവാ അവിടെയും വീണ്ടും പാറ പിളർക്കുവാൻ അവൻ വഹിക്കേണ്ട ഒരു പങ്ക്. യോശുവ 3:13 ഇസ്രായേൽ മക്കൾ നോക്കെത്തുന്ന ദൂരത്തിൽ കനാനിനടുത്ത് വന്നു. പക്ഷേ ഒരു തടസ്സം, കരങ്ങി പറഞ്ഞ് കുത്തിയൊഴുകുന്നതായി യോർദാൻ. അതിനക്കരെ കടക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? മുൻപ് ചെങ്കടലിൽ നടന്നതായ കാര്യം അറിയാം. ഇവിടെ ദൈവത്തിനെ ഒറ്റ വാക്കിൽ ഒരു കാറ്റടിപ്പിച്ച് ആ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞ് അതിന് അക്കരെ കടത്താം. പക്ഷേ വ്യത്യസ്തമായ നിർദ്ദേശം, നിങ്ങളത്തിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരണത്തിന്റെ ഒടുവിൽ ആ നിശ്ചിതമായ ദിവസത്തിൽ പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് തോളി ചുമന്നുകൊണ്ട് നടക്കണം. അവന് മുമ്പേ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അവരുടെ കാൽ വെള്ളത്തിൽ തൊടുമ്പോൾ ആ ഒഴുക്ക് നിൽക്കും, അതിനു മുമ്പ് നിൽക്കുകയില്ല. അങ്ങനെ ചെയ്തു, ഒഴുക്ക് നിന്നു, ജനങ്ങൾ അക്കരെ കടന്നു. ആ ഒരു അത്ഭുതം നടക്കുന്നതിന് അവരിൽ നിന്ന് അവരുടെ ഒരു പങ്ക്. നമ്മൾ യോശുവയുടെ പുസ്തകം 6:12 മുതൽ 16 വരെ വായിക്കുമ്പോൾ യെരിഹോവിന് മതിൽ തകർന്നതായി കാണുന്നു. അക്കാലങ്ങളിൽ ഏറ്റവും ഒരു അജയ്യമായ കോട്ടയായിരുന്നു യെരിഹോവ്. അന്ന് മനുഷ്യന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഉപാധികളിലൂടെയും തകർക്കാൻ കഴിയുന്നതായിരുന്നില്ല അന്ന് ആ കൽമതില്. പക്ഷേ തകർന്നു തരിപ്പണമായി. അതിന് തന്റെ ജനത്തിൽ നിന്ന് ഒരു സഹകരണതയും പ്രതീക്ഷിച്ചു. അവരെന്ത് ചെയ്യണം? അവർ ചുറ്റും നടക്കണം. 6 ദിവസം അവർ മൗനമായി ചുറ്റും നടന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി. ഏറ്റവും ഒടുവിൽ ആർപ്പിട്ടു. അപ്പോൾ മതിൽ വീണു. ഏതോ ഒരു അത്ഭുതത്തിന്റെയും പിന്നിൽ ആ അത്ഭുതം അനുഭവിക്കുന്നവര് ഒരു പങ്ക് വഹിക്കണം. 2 രാജാക്കന്മാർ 2:19-22 വരെ വായിക്കുമ്പോൾ അവിടെ നാശകരമായ ദോഷകരമായ ഒരു വെള്ളം പഥ്യമാക്കി തീർത്തത് നമ്മുടെ എലീശയുടെ കാലത്ത് കാണുന്നു. എലീശ അതെങ്ങനെയാണ് ചെയ്തത്? കൈ അങ്ങോട്ട് വീശി പഥ്യമാകട്ടെന്ന് പറഞ്ഞതല്ല. അവരോട് പറഞ്ഞു, പരാതിക്കാരെ വിളിച്ചു, വെള്ളം മോശമാണോ, നിങ്ങൾ പുതിയ തളി കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ പുതിയ തളിയിൽ ഉപ്പിട്ടിട്ട് അത് അങ്ങനെ ആ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. പഥ്യമായി. വേണമെങ്കിൽ
ഒരു വാക്കുകളുടെ മധ്യമാക്കാം, പക്ഷേ അത് വെള്ളം മധ്യമായി തീരുവാൻ ജനങ്ങളുടെ ഒരു സഹകരണം. അതുപോലെ 2 രാജാക്കന്മാർ 3:15-17 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിനായി പോയ വേളയിൽ വെള്ളം കിട്ടാതെ സൈന്യവും മൃഗങ്ങളും എല്ലാം വലഞ്ഞു. ഇതാ ഒരു പ്രവാചകനെ കൊണ്ടുവന്നു. പ്രവാചകൻ പ്രവചിക്കുകയാണ്, യഹോവ നാളെ നിങ്ങൾക്ക് വെള്ളം തരും. നിങ്ങളൊരു കാര്യം ചെയ്യണം, മഴ പെയ്യുകയോ കാർമേഘം കാണുകയോ കാറ്റടിക്കുകയോ ഒന്നുമില്ല, വെള്ളം കിട്ടും. നിങ്ങൾ ഈ താഴ്വരെല്ലാം കുഴികൾ കുത്തുവീൻ. ഒരു ലക്ഷണവുമില്ല, വെറുതെ കുഴികൾ കുത്തിയിട്ടു റബ്ബർ കുഴി എടുക്കുന്നത് പോലെ. പിറ്റേ ദിവസം നോക്കിയപ്പോൾ എല്ലാ കുഴിയിലും വെള്ളം. അഥവാ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അവരുടെ മനുഷ്യന്റെ ഭാഗത്ത് ഒരു സഹകരണം. ഇങ്ങനെ പറഞ്ഞു പോയാൽ അവിടെ 2 രാജാക്കന്മാർ 4:3-7 വരെ അവിടെ പ്രവാചകന്റെ വീട്ടിലെ ആ കടം മാറ്റുവാനായിട്ട് അവിടെ എലീശ പറഞ്ഞു കൊടുക്കുമ്പോൾ, നീ വെറും പാത്രങ്ങൾ വാങ്ങി എണ്ണ അതിലേക്ക് പകരണം. പകരം തോറും വർദ്ധിച്ചു വന്നു അവിടെ ഒരു സഹകരണം. അതുപോലെ 5:14 വായിക്കുമ്പോൾ നയമാന രോഗം സൗഖ്യമായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അവൻ പോയി ആ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങണം, 6 പ്രാവശ്യം മുങ്ങിയാലും പോരാ. ഒരു അത്ഭുതത്തിന് ദൈവത്തിന് എപ്പോഴും അനുഭവിക്കുന്നവൻ ഒരു പങ്ക് വഹിക്കണം. പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞത്, നിന്റെ കിടക്ക എടുത്ത് നടക്കാം. സൗഖ്യമാക്കിക്കഴിഞ്ഞല്ല പറഞ്ഞത്, ആദ്യം കിടക്ക എടുക്കാനാ പറഞ്ഞത്. കിടക്ക എടുക്കാൻ അവൻ തീരുമാനിച്ചപ്പോൾ, അതിന് തുനിഞ്ഞപ്പോൾ സൗഖ്യമായി. വരടകയുള്ള മനുഷ്യനെ പള്ളിയിൽ കണ്ടു, സൗഖ്യമാക്കിയിട്ട് നീട്ടാനാ പറഞ്ഞത്, നീട്ടുക എന്ന് പറഞ്ഞു. നീട്ടിയപ്പോഴാണ് സൗഖ്യമുണ്ടായത്. അതുപോലെ ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു പോയി. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ അവിടെ ചെന്ന് ഇങ്ങനെ കാണുന്നു, നിങ്ങൾ ആ കല്ലുരുട്ടി മാറ്റുവീൻ. ലാസറേ എന്ന് വിളിച്ചു പുറത്തു വന്നു. ഒരൊറ്റ വാക്ക് കല്ല് ഉരുണ്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് മാറും. ലാസറേ വരിക എന്ന് പറഞ്ഞാൽ അവൻ പുറത്തു വരും. പക്ഷേ കല്ലുരുട്ടി മാറ്റുന്നതിനുള്ളതായ പ്രവൃത്തി മനുഷ്യന് കൊടുക്കുകയും ലാസറിനെ പുറത്തു വരുത്തേണ്ട പ്രവൃത്തി ദൈവം ചെയ്യുകയും ചെയ്തു. അഥവാ ഏതോ ഒരു അത്ഭുതത്തിനും അത് അനുഭവിക്കുന്നവൻ അവൻ ചെയ്യേണ്ടതായ അനുവർത്തിക്കുന്ന ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ചേറ് തേച്ചിട്ട് അവന്റെ കണ്ണിൽ ചേറ് തേച്ച് പോയി കഴുകാൻ പറഞ്ഞത്. മറ്റൊന്ന്, വിശ്വാസം തെളിയിക്കപ്പെടുവാൻ വേണ്ടി. വിശ്വാസം തെളിയിക്കപ്പെടണമെങ്കിൽ അതിന് ആ ഒരു കാര്യം ഒരുവൻ വചനത്തെ അനുസരിക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു മുടന്തനോട് അവനെ പൗലോസ് നോക്കി, അവന് സൗഖ്യമാകാനായിട്ടുള്ളതായ വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഉടനെ എഴുന്നേറ്റു. മത്തായി 8:22, ലൂക്കോസ് 7:50 ഇവിടൊക്കെ വായിക്കുമ്പോൾ യേശു സൗഖ്യം കൊടുത്തിട്ട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരുവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ സൗഖ്യം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും ദൈവത്തിന് അത്ഭുതം അനുഭവിക്കുന്നവനിൽ നിന്ന് ദൈവം ഒരു സഹകരണം പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് അവന്റെ കണ്ണിൽ ആ ചേറ് തേച്ചിട്ട് നീ പോയി ശിരോം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞത്. അഥവാ ഒരു കാരണവശാലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം മനുഷ്യന് വിട്ടുകൊടുക്കുന്നില്ല. തന്റെ മഹത്വം ദൈവം ഒരിക്കലും ഒരു മനുഷ്യന് കൊടുക്കുന്നില്ല. രോഗശാന്തി പൂർണ്ണമായും ദൈവത്തിന് അധികാരപ്പെട്ടതാണ്. ആര് വിശ്വസിക്കുന്നുവോ, ആരാശ്രയിക്കുന്നുവോ അത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ്. ദിവ്യ രോഗശാന്തി ഒരു വേദവസ്തക സത്യമാണ്. സ്തോത്രം. ഓടിച്ചു പറഞ്ഞാൽ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ വിടുതൽ സൗഖ്യമുണ്ടായ സ്ഥാനത്തിലെല്ലാം പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടെ ഗെറാർ രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അബീമേലെക്ക് എന്നാണ് പേര്. അവന് ഒരു പ്രത്യേകമായ തെറ്റ് ചെയ്തതിന്റെ ഫലമായി അവന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ നാം വായിക്കുമ്പോൾ 20:17 വായിച്ചാട്ട് അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. മതി. അവിടെ ഒരുവൻ ജാതീയ രാജാവാണ്. എന്നാൽ അബ്രഹാം ദൈവത്തിന്റെ പുരുഷൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് അവന് സൗഖ്യമുണ്ടായത്. അവൻ അതിന് വേറൊരു മാർഗം തേടിയില്ല. അവന്റെ കുടുംബത്തിന് സൗഖ്യമാക്കി. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇസ്ഹാക്ക് വിവാഹിതനായി. ഭാര്യയുടെ പേര് റിബേക്ക. പക്ഷേ റിബേക്കയ്ക്ക് സന്താന സൗഭാഗ്യമില്ല. ഇസ്ഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന വേറൊരു മാർഗം തേടിയത് അവിടെ കാണുന്നില്ല. പ്രാർത്ഥിച്ചപ്പോൾ അവൾ ഇരട്ടകളെ പ്രസവിച്ചു. സംഖ്യാപുസ്തകം 12:13
മിരിയാം കുഷ്ഠരോഗിണിയായി തീർന്നു. എന്റെ 12-13 വായിച്ചാട്ടെ. മോശയുടെ പ്രാർത്ഥനയുടെ വാത ഇവിടെ ഉയരുകയാണ്. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. ഇവളെ സൗഖ്യമാക്കണമേ. തന്റെ സഹോദരി കുഷ്ഠരോഗിണിയായി തീർന്നപ്പോൾ അതിന് വേറൊരു മാർഗവും നേടാതെ മോശ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മുമ്പേ നാം പറഞ്ഞതുപോലെ നയമാൻ സൗഖ്യവും. 2 രാജാക്കന്മാർ 5:11 വായിക്കുമ്പോൾ നയമാൻ സൗഖ്യത്തിനായി എലീശയുടെ വന്നത്. എലീശ എങ്ങനെ സൗഖ്യമാക്കുന്നതാണ്? പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന പ്രതീക്ഷിച്ചാന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എലീശ വന്ന് കൈ വീശി അതിന് മീതെ ഇങ്ങനെ ആട്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്ന പ്രതീക്ഷയിലാണ് പോയത്. 2 രാജാക്കന്മാർ 20-2 വാക്യത്തിൽ ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. വേണമെങ്കിൽ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് മോശക്കാരാണോ? കൊട്ടാരത്തിലെ വൈദ്യന്മാരെയും ആ ചികിത്സാ സംവിധാനങ്ങൾ അവർക്ക് അപ്രാപ്യമായിരുന്നോ? ഇല്ല. എന്നാൽ അവന് ഒരു പരു ഉണ്ടായി ഗുരുതരമായി അത് മാരകമായി തീർന്നപ്പോൾ, അവൻ മരിക്കുമെന്നുള്ളതായ അറിവ് കിട്ടിയപ്പോൾ, ബോധ്യമായപ്പോൾ അവൻ ചുവരിന് നീരെ മുഖം തിരിച്ച് പ്രാർത്ഥിച്ചു. അവൻ രാജാവായിരുന്നിട്ടും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇയ്യോബ് 42-10 വാക്യത്തിൽ ഇയ്യോബ് രോഗിയായി തീർന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അവൻ എപ്പോഴാണ് സൗഖ്യമായത്? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദമുണ്ടായി. പഴയ ഭക്തന്മാരൊക്കെയും അവർ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമുണ്ടായി എഴുതിയിരിക്കുന്നു. അതുപോലെ 30-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ ഒരു രാജാവായിരിക്കുമ്പോഴാണ് ആ സങ്കീർത്തനം രചിച്ചിരിക്കുന്നതെന്ന് ഗ്രഹിപ്പാൻ കഴിയും തലക്കെട്ട് വായിച്ചാൽ. അപ്പോൾ അവരൊരു രാജാവായിരുന്നിട്ടും ഇത്രയേറെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നിട്ടും രോഗത്തിന് അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. 2 ശമൂവേൽ 12-16 ദാവീദിന് കുഞ്ഞിന് ഒരു മരണകരമായ ദീനം പിടിച്ചു. വേണമെങ്കിൽ എല്ലാവിധമായ ചികിത്സകളും ചെയ്യുവാൻ അവന് കഴിയുമായിരുന്നിട്ട് ഒന്നിനും പോകാതെ അവൻ പ്രാർത്ഥിച്ചു. 12-14 വാക്യം ഒന്ന് വായിക്കാം. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്തു കടന്ന് രാത്രി മുഴുവനും നിലത്തു കിടക്കുകയും ചെയ്തു. അതെ, തന്റെ കുഞ്ഞിന് രോഗം ബാധിച്ചപ്പോൾ അതിന് സൗഖ്യത്തിന് വേണ്ടി അവൻ ചെയ്തത്, അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലത്ത് കിടക്കുകയും ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ച ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശോധിച്ചു നോക്കുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവിക രോഗശാന്തി ഇത് തീപ്യ ഉപദേശമല്ല, ഇതൊരു പെന്തക്കോസ്തുകാരുടെ കണ്ടുപിടുത്തമല്ല, അത് ഒരു വേദപുസ്തക സത്യമാണ്. പ്രാർത്ഥനയും വിശ്വാസവും രോഗസൗഖ്യം നൽകുന്നുവെന്ന് ആധുനിക ശാസ്ത്രവും ഇന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. സ്തോത്രം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ വരവടുത്തിരിക്കുന്ന ഈ കാലയളവിൽ അതേ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയാതെ തരമില്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ ഇങ്ങനെ ഒരു ദർശനം കാണാനിടയായി. ആ ദർശനം ആകാശത്തു നിന്ന് ഒരു വാഹനം ഇറങ്ങി വരുന്നു. ആ വാഹനത്തിൽ നിന്ന് വയോധികൻ പുറത്തിറങ്ങി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, വരാനുള്ളവരെല്ലാം വാഹനത്തിൽ കയറിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ടപ്പോൾ നിന്ന ആളുകളെല്ലാം 5 കൂട്ടരായിട്ട് തിരിഞ്ഞെന്നാണ്. ഒരു കൂട്ടർ യൗവനക്കാരാണ്. അവർ പറയാണ്, അയ്യോ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കണം, ഞങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കണം, ഇമെയിൽ വന്നിട്ട് നോക്കണം എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടങ്ങ് തിരിഞ്ഞു. വേറൊരു കൂട്ടർ അവർ യൗവനക്കാരാണ്, പറയാണ്, നല്ല TV പ്രോഗ്രാം ഉണ്ട്, അത് കാണണമെന്നായി. മറ്റൊരാൾ പറയാണ്, അയ്യോ എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ നോക്കണം, ഇപ്പോൾ ഈ വണ്ടിയെ കയറുന്നില്ല. മറ്റൊരു കൂട്ടർ പറഞ്ഞത്, ഞങ്ങൾ രോഗികളാ, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുക, ഇപ്പോൾ വണ്ടിയെ കയറുന്നില്ല. എന്നാൽ ആ ദർശനത്തിൽ കണ്ടത് ഒരു 3 പേര് ആ വാഹനത്തിലേക്ക് കയറി ആ വാഹനം ആകാശം നോക്കി പറന്നുപോയെന്ന്. ഇത് അന്ത്യസമയം, കർത്താവിനെ വരവെടുത്തിരിക്കുന്ന സമയം, ക്രിസ്തുവിന്റെ വരവിങ്കൽ പൂർണ്ണപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുന്നതായ സമയം. ദൈവിക രോഗശാന്തിയുടെ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നവരെ ദൈവം നോക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിന്നിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്ന് വരികിൽ അതേ
വീണ്ടും ആ സത്യം നിലനിൽക്കുവാൻ തീരുമാനിക്കേണ്ട ഒരു സമയമാണ് ഈ നിമിഷങ്ങൾ. സ്തോത്രം. നാം അങ്ങനെ ആദ്യ പിതാക്കന്മാർ അനുവർത്തിച്ചു വന്ന ആദ്യ വിശ്വാസത്തിനും ആദ്യ സ്നേഹത്തിനും വേണ്ടി നിലനിന്നില്ല എന്ന് വരികയിൽ ഒരു പക്ഷേ നാം ദൈവത്തിന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓട്ടമത്സരങ്ങൾ പങ്കെടുക്കുന്നവരുടെ ഷൂവിൽ കമ്പ്യൂട്ടർ ചിപ്പ് ഘടിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ഇതൊക്കെ ആധുനികമായ കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ആ ഷൂവിൽ ഘടിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പിൽ അവർ ഓട്ടത്തിന് വേഗത എന്തായിരുന്നെന്നും എത്ര ദൂരം ഓടിയെന്നെല്ലാം രേഖപ്പെടുത്തിയിരിക്കും. ഒടുവിൽ അതിന് ജഡ്ജസിന് ഈ കമ്പ്യൂട്ടർ ചിപ്പ് മാത്രം കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, അവരുടെ ഓട്ടത്തിന് വേഗതയും ദൂരവും എല്ലാം കൃത്യമായി നോക്കി വിധി കൽപ്പിക്കാൻ കഴിയും. 2006 ഷിക്കാഗോയിൽ ഒരു മാരത്തൺ ഓട്ടം നടന്നു. അതിൽ മാരത്തൺ ഓട്ടത്തിൽ പങ്കെടുത്തതായ ഒരാൾ ഓട്ടത്തിനിടയിൽ തന്റെ ഷൂസിൽ നിന്ന് ഈ കമ്പ്യൂട്ടർ ചിപ്പ് നഷ്ടപ്പെട്ടു പോയി. താൻ അറിഞ്ഞില്ല. താൻ അതിനുശേഷം പിന്നെയും അതറിയാതെ തന്നെ ഓടി. എന്നാൽ പിന്നീട് ഓടിയതാ 26 മൈൽ ഓടി. പക്ഷേ അതൊന്നും രേഖയിൽ കണ്ടില്ല. ദൈവം പിതാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നതും അവരനുവർത്തിച്ചു വന്നതും വേദപുസ്തകത്തിൽ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നതുമായ സത്യങ്ങൾ അനുസരിച്ച് ഓടുന്നില്ലെങ്കിൽ ഓട്ടമൊന്നും രേഖയിൽ കണ്ടില്ല എന്ന് വരാം. നാം ഒരു അന്ത്യസമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവിക രോഗശാന്തി എന്നത് തന്റെ വിശുദ്ധന്മാർ, അതെ തൈഭൂമിയിലുള്ള വിശുദ്ധന്മാർ ഒരു രൂപാന്തരത്തിനും മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവർ പരദീസിൽ വിശ്രമിക്കുന്നവർ ഒരു കാരണോകത്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതിനും ആവശ്യമായ അനിവാര്യമായ ഒരു ഉപദേശമത്രേ. ദൈവത്തിന് സ്തോത്രം. അതെ, രോഗശാന്തി എന്ന് വെച്ചാൽ മുഖ്യമായിട്ടും ഉള്ളതായൊരു കാര്യം കേവലം ദൈവീക രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഔഷധം ഉപയോഗിക്കാതിരിക്കുന്നതോ ചികിത്സിക്കാതിരിക്കുന്നതോ മാത്രമല്ല. ദൈവിക രോഗശാന്തി എന്ന് പറഞ്ഞാൽ ദൈവീക ചികിത്സ ചെയ്യുന്നതാണ്. എന്താണ് ദൈവിക ചികിത്സ എന്നുള്ളത് നാളെ ചിന്തിക്കാം. ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് വചനം അയച്ച് അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നാം ദൈവത്തിന് വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിന് വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്നവനാണ്. ദൈവത്തിന് തന്റെ വാക്കിലൂടെ സൗഖ്യം നൽകാൻ കഴിയും. നമ്മൾ മത്തായി വിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഐക്യജീവിതകാലത്ത് തന്റെ അടുക്കലേക്ക് ഒരു ശതാധിപൻ വന്നു. അഥവാ പട്ടാളത്തിൽ 100 പേരുടെ പട്ടാളക്കാരുടെ അധിപനായ ഒരു ഓഫീസർ. അവന്റെ ഒരു പ്രിയപ്പെട്ട ദാസനുണ്ടായിരുന്നു. ആ ദാസൻ രോഗിയായി കിടന്നു. യേശുവിനോട് പറയുകയാണ്, യേശുവേ, എന്റെ ദാസൻ സൗഖ്യമില്ലാതിരിക്കുകയാണ്, അവനെ സൗഖ്യമാക്കണം. ഈ വാർത്ത കേട്ട ഉടനെ യേശു പറഞ്ഞു, സ്വമേധയാ പറഞ്ഞു, ശരി, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് അവൻ അറിയിച്ചേക്കണമെന്ന് പറഞ്ഞു. ആ ദാസന്മാർ വന്ന് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, ദാസന് സൗഖ്യമില്ല കിടക്കുകയാണെന്ന്. യേശു ഒരു മറുപടി പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ ധൃതിപ്പെട്ട് പറയാണ്, വേണ്ട 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 വേണ്ട, അവിടെ ചെന്ന് യേശുവിനോട് പറഞ്ഞാട്ടെ, നീ ഇങ്ങോട്ട് വരണ്ട, നീ എന്റെ വീട്ടിൽ വരാൻ, ഞാൻ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. പിന്നെന്ത് വേണം? നീ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇവിടെ എന്റെ ദാസന് സൗഖ്യം വരും. കാരണം വാക്കിന് അധികാരമുണ്ട്. എന്റെ വാക്കിന് അധികാരമുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യൻ, എന്റെ കീഴിൽ 100 പടയാളികളുണ്ട്. ഞാൻ ഒരു വാക്ക് പോ എന്ന് പറഞ്ഞാൽ അവൻ പോകും, വാ എന്ന് പറഞ്ഞാൽ വരും. എന്റെ വാക്കിന് ശക്തിയുണ്ട് മനുഷ്യനെ ചലിപ്പിക്കുവാൻ, എത്രയോ കാര്യങ്ങൾ ചെയ്യുവാൻ. ഒരു സാധാരണ മനുഷ്യനായ എന്റെ വാക്കിന് അധികാരമുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ യേശു ആരാന്നറിഞ്ഞവനായിരുന്നു. അണ്ടകടാഹത്തിന്റെയും സൃഷ്ടാവായവൻ വാക്കിനാൽ ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവന്റെ വാക്കിന് എത്ര അധികാരമുണ്ടായിരിക്കും. അവൻ പറയാണ്, വരണ്ട, നീ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ എന്നെ പാലിക്കാൻ സൗഖ്യം വരും. ഇത് എന്ന് പറഞ്ഞപ്പോൾ യേശു ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. യേശു ആശ്ചര്യപ്പെടുകയാണ്. ഇവനൊരു വിജാതിയൻ, ഒരു യഹൂദനല്ല, അബ്രഹാമിന്റെ സന്തതിയല്ല. എന്നാൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ യഹൂദന്മാരിൽ അബ്രഹാമിന്റെ സന്തതിയിൽ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ച ഉടനെ തന്നെ അവിടെ വീട്ടിൽ ബാലിക്കാൻ സൗഖ്യം വന്നു. നമുക്കവിടെ കണ്ണുകളെ അടയ്ക്കാം.
ഈ രാത്രികാലം സ്തോത്രം, നമ്മുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അധികാരമുള്ളവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ അധികാരത്തിന്റെ വചനങ്ങൾ നമുക്ക് വിടുതൽ നൽകുവാൻ പര്യാപ്തമാണ്. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം നിന്റെ നേരെ വരുന്നു. നിന്റെ രോഗം എന്തായിരുന്നാലും, വേദന എന്തായിരുന്നാലും, ശരീരാവസ്ഥ എന്ത് തന്നെയായിരുന്നാലും, നീ മരണത്തോടടുത്തിരുന്നാലും നിന്റെ നേരെ വരുന്ന വചനത്തെ നീ ഏറ്റുകൊള്ളുന്ന മാത്രയിൽ, നിന്റെ സൃഷ്ടാവിന്റെ അധികാരത്തെ ബോധ്യപ്പെട്ട് അതിനെ ഏറ്റുപറയുന്ന മാത്രയിൽ ശരീരത്തിന് സൗഖ്യമുണ്ടാകും. സ്തോത്രം. നമുക്ക് പറയാം, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക് സൗഖ്യം വരും. നമുക്ക് പറയാം, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ വാക്കിന്, നിന്റെ വചനത്തിന് അധികാരമുണ്ട്, അതിനെ സൗഖ്യമാക്കും. നാം ഏറ്റു പറയുമെങ്കിൽ അവന്റെ വചനം അയച്ച് അവൻ നമ്മളെ സൗഖ്യമാക്കും. ക്രിസ്തുവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ, മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്ന നിമിഷം അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ശരീര രൂപാന്തരത്തിനും അവന്റെ വരവുകൾ എടുക്കപ്പെടുന്നതിനും ദൈവശാന്തി എന്ന മഹനീയമായ അപ്പോസ്തോലികമായ തിരുവചനാടിസ്ഥാനത്തിലുള്ളതായ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നവരായി തീരാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. അവൻ എന്റെ നിലവിളി കേട്ടിടുന്നു, എന്റെ കണ്ണു നീ കണ്ടിടുന്നു. അവൻ എന്റെ ദുഃഖത്തിൽ ആശ്വാസമേ, അന്യനല്ലവനെനിക്ക്. അവൻ എന്റെ ദുഃഖത്തിൽ ആശ്വാസമേ,